സ്റ്റഡീസ് എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ പോകുന്നുണ്ട്, പറഞ്ഞു. ഗോയിങ് ഗുഡ്? പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. രാവിലെ 4 മണിക്കൊക്കെ റെക്കോർഡ് കിട്ടാറുണ്ടോ? രാവിലെ 4 മണിക്കൊക്കെ ഗ്രൂപ്പിനകത്ത് റെക്കോർഡ് വരാറുണ്ടോ? വന്നായിരുന്നു 4 മണിക്ക് 5 മണിക്ക് വന്നോ? രാവിലെ 4 മണിക്കും 5 മണിക്കും ഗ്രൂപ്പ് വരാറുണ്ടോ? രാത്രി 10 മണിക്ക് 11 മണിക്ക് വരാറുണ്ടോ? ഉണ്ട്. ഏറ്റവും അവസരം കിട്ടി റെക്കോർഡ് ക്ലാസ്. ഇത് ബ്ലഡ് വരെ കിട്ടിയോ? അത് ഫൗണ്ടേഷൻ കിട്ടിയോ? ഇത് ബ്ലഡ് വരെ കിട്ടിയ ഫൗണ്ടേഷൻ കിട്ടിയോ? ഇത് ബ്ലഡ് എല്ലാം കഴിഞ്ഞ് ഇത് ഫൗണ്ടേഷൻ കിട്ടിയോ? അവസാനമായിട്ട് റെക്കോർഡിങ് ഇത് ബ്ലഡ് എല്ലാം കഴിഞ്ഞ് ഫൗണ്ടേഷൻ വരെ കിട്ടിയോ? കിട്ടും. അതിലൊരു കറക്റ്റ് ഓർഡർ കേട്ടോ. ഏതൊരു കറക്റ്റ് ഓർഡർ കേട്ടോ. അതെല്ലാം ഒരു കറക്റ്റ് ഓർഡറോടെ പഠിക്കുമല്ലോ. അത് കറക്റ്റ് ഓർഡർ കേട്ടോ. തന്നിക്കുന്നെല്ലാം തന്നേക്ക് നോട്ടും റെക്കോർഡിങ്സ് എല്ലാം നല്ല കറക്റ്റ് ഓർഡറിലാണ്. അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിപ്പിച്ച കാര്യങ്ങളല്ല, എല്ലാം സിലബസ് അനുസരിച്ച് കറക്റ്റ് ഓർഡറിലുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തത്? ലാസ്റ്റ് എവിടെയാ സ്റ്റോപ്പ് ചെയ്തത്? പീഡിയാട്രിക് ഹെൽത്ത് നഴ്സിംഗ് അല്ലേ? പീഡിയാട്രിക് ഹെൽത്ത് നഴ്സിംഗ് അല്ലേ? അവിടെ ഏതൊരു പഠിച്ചു? അത് എത്ര ചാപ്റ്റർ? തിയറീസ് ആണോ ഓർ നിങ്ങൾക്ക് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണോ? നിങ്ങൾക്ക് ഏതാ പഠിപ്പിച്ച അവസാനം? തിയറീസ് അല്ലേ? നിങ്ങൾക്ക് ഫൈൻ മോട്ടോർ കഴിഞ്ഞ് എത്ര തിയറി പറഞ്ഞു? എത്ര തിയറി പഠിപ്പിച്ചു? 1 ആണോ 2 ആണോ? എത്ര തിയറി പഠിപ്പിച്ചു? ഒരു തിയറിയാണോ? ഒരു തിയറിയാണ്. ഈ ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് 1 or 2 ചോദ്യം എപ്പോഴും ചോദിക്കും. ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിൽ നിന്ന് 1 or 2 ചോദ്യം എല്ലാ എക്സാമിനും ഉറപ്പായി ചോദിക്കും. എന്തുകൊണ്ടാണ് രാവിലെ ക്ലാസ് വച്ചതിന്റെ കാര്യം പിന്നെ മനസ്സിലാവും. സോ സ്റ്റാർട്ട് ചെയ്യാം. തിയറീസ്, ഡെവലപ്മെന്റ് തിയറീസ് ആണ് പഠിക്കുന്നത്. ഡെവലപ്മെന്റ് തിയറീസ് ആണ് പഠിക്കുന്നത്. ആലോചിച്ച് തിയറീസ് എന്ന് പറയുമ്പോൾ പീഡിയാട്രിക്കിനകത്ത് ഡെവലപ്മെന്റ് തിയറീസ് ആണോ? തിയറീസ് എന്ന് പറയുമ്പോൾ പീഡിയാട്രിക് പഠിക്കുന്ന തിയറി ഇത് ഡെവലപ്മെന്റ് തിയറീസ് ആണോ? യെസ്, ആണ് അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിന് 1 or 2 മാർക്ക് എല്ലാ എക്സാമിനും ഇവിടെ ചോദിച്ചിട്ട് ഒരു ചോദ്യം അടുത്ത ചോദ്യത്തിലോട്ട് പോകത്തുള്ളൂ. ഉറപ്പായി ഇവിടെ ചോദ്യം. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് തിയറി ഏതാ? നമ്മൾ ആദ്യം പഠിച്ച തിയറി ഏതാണ്? ഇത് ഡെവലപ്മെന്റ് തിയറീസിക്കകത്ത് ഫസ്റ്റ് പഠിച്ചത് തിയറി ഏതാ? ഫസ്റ്റ് പഠിച്ച തിയറി ഏതാ? സൈക്കോ സോഷ്യൽ. അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യണം. അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യണം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ളും ആ തിയറി ഫുള്ളും കംപ്ലീറ്റ് ആക്കണം. സൗണ്ട് കേൾക്കാമല്ലോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് എന്താ? ഫസ്റ്റ് പഠിച്ച തിയറി ഏതാ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ ഫസ്റ്റ് പഠിച്ച തിയറി ഏതാ? കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ ഫസ്റ്റ് പഠിച്ച തിയറി ഏത് തിയറി പഠിച്ച? സൈക്കോ സോഷ്യൽ ആണോ സൈക്കോ സെക്ഷൽ ആണോ? ഏത് പഠിച്ച? സൈക്കോ സോഷ്യൽ. ആരുടെ തിയറിയാ? സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുമ്പോൾ ആരുടെ തിയറിയാ? എക്സാമ്പിൾ ചോദിക്കാനല്ലേ? എറിക് എറിക്സൺ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഗ്രൂപ്പിനകത്ത് തിയറീസിന്റെ പേര് അത് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിനകത്ത് ഞാൻ ആ തിയറീസിന്റെ പേരും അത് പറഞ്ഞാളുടെ പേരും കണ്ടായിരുന്നു. വായിച്ചു ആരെങ്കിലും? വായിച്ചു? അതൊരു ചോദ്യം, അവിടെ ചോദ്യം വരും കേട്ടോ. കണ്ടായിരുന്നു? കണ്ടു. സോ സൈക്കോ സോഷ്യൽ ആരുടെയാ? എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന 2 വാക്കാണ്. സൈക്കോ സോഷ്യലും സൈക്കോ സെക്ഷലും തെറ്റിപ്പോകാറില്ലേ? എപ്പോഴും സൈക്കോ സോഷ്യലും സൈക്കോ സെക്ഷലും തെറ്റിപ്പോകാറുണ്ട്. സൈക്കോ സെക്ഷൽ ആരുടെയാ? സോഷ്യൽ ആരുടേതാ? തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. സൈക്കോ സോഷ്യലും സൈക്കോ സെക്ഷലും തെറ്റിപ്പോകാറുണ്ട്. സൈക്കോ സോഷ്യൽ ആരുടെയാ? സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാ?
സോഷ്യൽ ആണെങ്കിൽ ഇവിടെ എറിക് എറിക്സൺ ആണോ? സോഷ്യൽ ആണെങ്കിൽ എറിക് എറിക്സണും സൈക്കോ സെക്ഷൽ ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? സൈക്കോ സെക്ഷൽ ആരുടെ? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? ആ രണ്ട് കാര്യം ആദ്യം ഓർമ്മിക്കണം അല്ലെ? ആ രണ്ട് കാര്യം ആദ്യം ഇവിടുന്ന് ഓർമ്മിക്കുമല്ലോ. ആ രണ്ട് കാര്യം ആദ്യം ഇവിടുന്ന് ഓർമ്മിക്കുക, മറക്കരുത്. സോഷ്യൽ ആരുടെയാ? സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാ? എറിക് എറിക്സൺ ആണോ സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? തെറ്റിക്കാതെ പറഞ്ഞേ. സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ എറിക് എറിക്സൺ. സൈക്കോ സെക്ഷൽ ഓഫ് ആരുടെയാ? സിഗ്മണ്ട് ഫ്രോയിഡ്. ആ രണ്ട് കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. സൈക്കോ സോഷ്യൽ ഇൻ ദ ഡെവലപ്മെന്റ് ആത്തടെ എല്ലാം പഠിക്കും, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. സിംപിളി ആ ഒരു പേര് പറയുമ്പോൾ തന്നെ സൈക്കോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സൊസൈറ്റി, ആ ഒരു കുട്ടി അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാണോ? ആ ഒരു കുട്ടി സൊസൈറ്റിയെ അത് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാണോ? ആണോ? 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 ആ ഒരു കുട്ടി ആ സൊസൈറ്റിയെ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാണോ പറയുന്നത്? സൊസൈറ്റിയെ കുട്ടി എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതാണോ? ആണോ? സൊസൈറ്റി എങ്ങനെ അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റി എങ്ങനെ കുട്ടി ഒന്ന് മനസ്സിലാക്കുന്നല്ലേ? സൊസൈറ്റി എങ്ങനെ അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി എങ്ങനെ മനസ്സിലാക്കുന്നല്ലേ? മലയാളത്തിൽ പഠിക്കുക അല്ലേ? സോ ദ സൊസൈറ്റി എങ്ങനെ കുട്ടി മനസ്സിലാക്കും എന്ന് പറയുന്ന തിയറിയുടെ പേരെന്താ? സൊസൈറ്റിയെ ഒരു കുട്ടി എങ്ങനെ മനസ്സിലാക്കും, ആ കുട്ടി എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യും, ഒരു സൊസൈറ്റിയെ ഒരു കുട്ടി എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയുടെ പേരുന്ന സൈക്കോ സോഷ്യൽ. സൈക്കോ സോഷ്യൽ അത് കിട്ടി. അതിനകത്ത് കുറെ സ്റ്റേജസ് ഇല്ലേ? ഓർമ്മ പഠിച്ച കാര്യം ഇതൊക്കെ പഠിച്ച കാര്യമില്ല, കുറെ സ്റ്റേജ് ഉണ്ടല്ലേ? ഒരു മിനിറ്റ്. അല്ല ശരിയല്ലേ? സോ അത് എത്ര സ്റ്റേജ് ഉണ്ട്? ഫസ്റ്റ് ഇവിടെ സ്റ്റേജ് ഏതാ? ഇൻഫാന്റ് അല്ലേ? ഫസ്റ്റ് ഇവിടെ സ്റ്റേജ് ഏതാ? ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് എത്രയാ? ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മളിത് ഒബിജി പഠിക്കുന്നതല്ല ഇവിടെ. ആ ആ ഒരു ഗ്രൂപ്പ് അല്ല, ഇവിടെ വേറെ ഗ്രൂപ്പാ. ഏതാ? ദ തിയറീസ് വരുമ്പോൾ ദ തിയറി പഠിക്കുമ്പോൾ വേറെ ഗ്രൂപ്പാ. ഏതാ? ആ ഒരു ഇൻഫാൻസ് എന്ന് പറയുമ്പോൾ ഏജ് ഗ്രൂപ്പ് ഏതാ? അത് ബെർത്ത് തൊട്ട് 1 ഇയർ വരെയാണോ? അതോ അതോ 28 ദിവസം തൊട്ട് 1 ഇയർ ഏതുവരെയാണ്? ബെർത്ത് തൊട്ട് 1 ഇയർ അല്ലേ? ആണോ? ഇത് ബെർത്ത് തൊട്ട് 1 ഇയർ അല്ലേ? ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഇത് തിയറി പഠിക്കുമ്പോൾ ഇത് ബെർത്ത് തൊട്ട് 1 ഇയർ ഇപ്പൊ എന്താ ഇൻഫാൻ കണക്കല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അവിടെയാണെങ്കിലോ? അവിടെയാണെങ്കിൽ ഇത് ഒബിജിയൊക്കെ എന്ന് പഠിക്കൂടെ? അവിടെയാണെങ്കിലോ ഇൻഫാൻസ് എത്ര വീടാ? 28 ദിവസം മുതലാണോ? 28 ദിവസം 1 ഇയർ ആണോ അവിടെ പഠിക്കുമ്പോൾ? ആണോ? 28 ദിവസം മുതൽ 1 ഇയർ ആണ്. ആണ് ആണല്ലേ? ആണോ? പറഞ്ഞു. ഓരോന്നും എഴുതരുത്, ഒന്നും എഴുതരുത്. ഞാൻ പറയുന്നത് മാത്രം കേട്ടിരിക്കുക, ഒന്നും എഴുതാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് മാത്രം ജസ്റ്റ് കേട്ടിരിക്കുക, കാരണം ഒന്നും എഴുതരുത്. ഇവിടെ എന്തായിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും ആദ്യത്തെ ഫസ്റ്റ് 1 വയസ്സ് എന്താ പ്രശ്നം? ഒരു കുട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് 1 വയസ്സ് എന്താ പ്രശ്നം? ഒരു കുട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് 1 വയസ്സ് വരെ സൊസൈറ്റിയെ കുറിച്ച് എന്ത് പ്രശ്നമുണ്ടോ? ആ കുട്ടി ഈ പറഞ്ഞ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ അല്ലെ? ആദ്യത്തെ 1 വയസ്സ് വരെ എപ്പോഴും ആ ഒരു കുട്ടി നിങ്ങളുടെ കയ്യിൽ മാത്രം ഇരിക്കുള്ളൂ. അവിടെ മറ്റൊരാളുടെ കയ്യിൽ പോവൂടെ? പോവോ? എപ്പോഴും ഇത് പ്രൈമറി കെയർ ടേക്കറോട് മാത്രമല്ലേ ആ ഒരു കുട്ടിക്ക് വിശ്വാസമുള്ളൂ. എപ്പോഴും ഇത് പ്രൈമറി കെയർ ടേക്കറോട് മാത്രമല്ലേ കുട്ടികൾക്ക് വിശ്വാസമുള്ളത്? ഫസ്റ്റ് 1 ഇയർ വരെ, ആദ്യത്തെ 1 ഇയർ വരെ എപ്പോഴും ദ പ്രൈമറി കെയർ ടേക്കറോട് മാത്രമല്ലേ വിശ്വാസം കുട്ടിക്ക് എപ്പോഴുള്ളത്? അമ്മ, അച്ഛൻ. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? അറിയാം.
ഈ പറഞ്ഞ വീട്ടിൽ ഈ പറഞ്ഞ ആരെയും വന്നിട്ട് ഈ കുട്ടിയെ ഓടിയെടുക്കാൻ പോകുമ്പോൾ കുട്ടിയെ കരയും, ശരിയല്ലേ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ കുട്ടിയെ ഓടിയെടുക്കാൻ പോകുമ്പോൾ കുട്ടി കിടന്ന് കരയും. എന്തുകൊണ്ടാ? അനുഭവമുണ്ട്. എന്തുകൊണ്ടാ? എപ്പോഴും പ്രൈമറി കെയർ ടേക്കറോട് മാത്രമേ ഒരു കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുള്ളൂ, അല്ലാതെ വേറെ കൈയൊരിക്കലും പോകാറ്, ശരിയല്ലേ? ശരിയല്ലേ? അപ്പോ ആ ഇൻഫാന്റ് പീരീഡിൽ വരുന്ന സ്റ്റേജ് ഏതാ? ഇൻ ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് ആണോ? ആണോ? ആ ഒരു ഇൻഫാന്റ് സ്റ്റേജിൽ വരുന്ന മെയിൻ കാര്യം എന്താ? ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ്. ആദ്യത്തെ പ്രശ്നം തന്നെ അതല്ലേ? ഈ ഒരു പീരീഡിൽ വരുമ്പോൾ, ഇൻഫാന്റ് പീരീഡിൽ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന പ്രശ്നം തന്നെ എന്താണ്? ദ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അല്ലേ? ആക്ച്വലി അവരുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുന്നവരാ ഈ പറഞ്ഞ അമ്മയും അച്ഛനും അല്ലേ? അവരുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുന്നവരാ ഈ പറഞ്ഞ അമ്മയും അച്ഛനായതുകൊണ്ടല്ലേ ആ ഒരു വിശ്വാസമുള്ളത്. സ്വന്തം അമ്മയും അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ ആ കുട്ടികൾ കാര്യം നോക്കുന്നത്. അതുകൊണ്ടല്ലേ വിശ്വാസം വളരെ കൂടുതലുള്ളത്. ഫസ്റ്റ് 1 വയസ്സ് വരെ സൊസൈറ്റിയുടെ അധികം വിശ്വാസം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ ഇവിടുത്തെ പ്രശ്നം, അല്ലേ? ഫസ്റ്റ് 1 ഇയർ വരെ എന്താണ് സൊസൈറ്റിയുമായിട്ട് അധികം ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് വിശ്വാസക്കുറവ് എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലേ? എപ്പോഴും ആ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്ന അമ്മയോടും അച്ഛനോടും മാത്രമേ എപ്പോഴും വിശ്വാസം കൂടുതലായിരിക്കുള്ളൂ, വേറെ ആരിടത്തും അധികം വിശ്വാസം ഉണ്ടായിരിക്കില്ല, ശരിയല്ലേ? സോ ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് വരുന്നത് ഏത് ടൈം പീരീഡില്ല? ഇൻഫാൻസ് അല്ലേ? അതുവരെ പറഞ്ഞു കിട്ടിയല്ലോ. ഒന്നും കാണാൻ പഠിക്കണ്ട, കാര്യം മനസ്സിലാക്കിയ എല്ലാം സിമ്പിളാണ്. സെക്കൻഡ് സ്റ്റേജ് ഏതാ? ഇൻഫാന്റ് കഴിഞ്ഞ അടുത്ത ടൈം പീരീഡ് ഏതാ? ടോഡലർ അല്ലേ? ഇൻഫാന്റ് കഴിഞ്ഞ അടുത്ത ടൈം പീരീഡ് ടോഡലർ. ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ അല്ലേ? ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ ടോഡലർ. ആണ്. ഈ ഒരു പ്രായത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു പ്രായത്തിന്റെ ഫുഡ് കഴിച്ചോടെ? എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചല്ലേ? ഫുഡ് കഴിച്ചു. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റതാ. 3 മണിക്ക് എഴുന്നേറ്റതാ. ഒന്നും കഴിച്ചില്ല. 3 മണിക്ക് എഴുന്നേറ്റതാ. 3 മണിക്ക് എഴുന്നേറ്റ് എന്താണ് കുറെ ജോലി ഉണ്ടായിരുന്നു, പതിവില്ലാതെ ശബ്ദമൊക്കെ പോയിരിക്കും. 3 മണിക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ മിക്ക മെസ്സേജ് ഇട്ട സമയം 4 മണി കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തരവുള്ള എന്താ? ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ സീരീസ് കിട്ടിയോ? അടുത്ത 50 വേണ്ടേ? വേണ്ടേ? തയ്യാറാക്കി തരാം കേട്ടോ. അടുത്ത 50 തരാം. അടുത്ത 50 ഓർഡർ തന്നെ തരാം. താമസിപ്പിക്കുന്നില്ല, അവസാനം വരെ താമസിപ്പിക്കുന്നില്ല. അടുത്ത 50 ഓർഡർ തരാം. സോ ഇവിടെ എന്താ പ്രശ്നം? ഇതിന്റെ പ്രത്യേകം എന്താ? ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ എന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രത്യേകം എന്താ? ഓരോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ നോക്കുന്ന സമയം ഇതാണ്. ആ കുട്ടികൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലം ആ ഒരു ടൈം ഇതാണോ? സ്വന്തമായി അല്ലേ? ഫസ്റ്റ് അമ്മയും അച്ഛനോട് അറ്റാച്ച്മെന്റ് അല്ലേ? ആദ്യം ഇൻഫാൻസിൽ അമ്മയോട് അറ്റാച്ച്മെന്റ്, ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റും, ശേഷം 1 വയസ്സ് കഴിഞ്ഞ് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ വരുന്ന സമയത്ത് അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങൂടെ? ഓക്കെ, ഫസ്റ്റ് അമ്മയും അച്ഛനെയും പിടിച്ചാണ് എപ്പോഴും നടക്കുന്നത്. പക്ഷെ 1 വയസ്സ് കഴിഞ്ഞ് 1 തൊട്ട് 3 വരെ ആകുമ്പോ സ്വന്തമായി ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കാറുണ്ടോ കുഞ്ഞുങ്ങൾ? ഉണ്ടോ? പറഞ്ഞു അറിയാം. കുറെ കാര്യങ്ങൾ ഒന്ന് നിൽക്കാനോ എഴുന്നേൽക്കാനോ ഒറ്റയ്ക്ക് ശ്രമിക്കാറുണ്ടോ? അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ ഒരു കാര്യം ചെയ്താൽ തെറ്റിപ്പോകുമോ, ശരിയാകുമോ എന്ന് ചിന്ത ഉണ്ടായിരിക്കും. അവിടെ ആ ഒരു കാര്യം, ഏതെങ്കിലും കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, ശരിയാകുമോ എന്നൊരു ചിന്താഗതി വരാറുണ്ടോ? ഇത് ടോട്ടൽ പീരീഡ് ഉണ്ട്. അത് നമ്മൾ എക്സാം പേപ്പറിനകത്തൊരു വാക്ക് എപ്പോഴും കാണാറുണ്ട്.
എക്സാം പേപ്പറിനകത്ത് വാക്ക് എപ്പോഴും കളർ എന്ത് പേരാ? ഓട്ടോണോമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട്. ഏതെങ്കിലും ചോദ്യത്തിനകത്ത്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓട്ടോണോമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് അറിയാലോ. ആ കുട്ടികൾ ഇപ്പൊ എന്തെങ്കിലും സാധനം ദൂരത്തിരിക്കുന്നു, പയ്യെ എണീറ്റ് പോയി അത് എടുക്കാൻ ശ്രമിക്കും. അത് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ വീണു പോകുമോ, അല്ലെങ്കിൽ ഞാൻ ആ സാധനം എടുത്താൽ ശരിയാകുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു സംഭവം കുട്ടികൾ തോന്നാറുണ്ടോ? അവിടെ ഇരിക്കുന്ന സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എണീറ്റ് പോയി എടുത്താൽ ഞാൻ വീണു പോകുമോ, അല്ലെങ്കിൽ അത് എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഞാൻ നിൽക്കാൻ പറ്റോ, നടക്കാൻ പറ്റോ എന്നൊരു സംഭവം തോന്നാറില്ലേ? സോ അത് വരുന്ന എവിടെയാ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് വരുന്ന എവിടെയാ? ഇൻ ദ ടോളറൻസ് പിന്നല്ലേ? ശരി, ഞാൻ അതെടുത്ത പ്രശ്നം വരും. അറിയാമെങ്കിൽ ഞാൻ അതെടുത്ത എന്തെങ്കിലും പ്രശ്നം വരും, ശരിയാവോ, വഴക്കുറയോ? അറിയരുത്. അറിയാമോ ഇതൊക്കെ? അറിയാമോ? അറിയാം. അപ്പൊ എന്താ ഓർഡർ ആകുമ്പോ ഇപ്പൊ കുട്ടി അവിടെ എഴുന്നേക്കാനും ഇരിക്കാനും നിൽക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ? എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ, എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് കപ്പാസിറ്റി ഉണ്ടോ എന്ന് സംശയം വരാറുണ്ടോ? എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ, എനിക്ക് നടക്കാൻ പറ്റുമോ സംശയം, ഡൗട്ട് കുട്ടികൾ വരാറുണ്ടോ? ദ ടോട്ടൽ പിന്നിൽ എപ്പോഴും ആ കുട്ടിയുടെ മനസ്സിലെപ്പോഴും എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം വരാറുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കുട്ടികൾ ആദ്യം കുറച്ച് നടന്ന ശേഷം പിന്നെ അവിടെ നിൽക്കാറുണ്ടോ? ആദ്യം 2-3 സ്റ്റെപ്പ് വെച്ച് നടന്ന ശേഷം പിന്നെ അവിടെ നിൽക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും, പിന്നെ നടക്കാൻ ശ്രമിക്കും, എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കും. എന്നെ കൊണ്ട് പറ്റോ, ഞാൻ നടക്കുകയാണോ, നോക്കിയിട്ടുണ്ടോ? സോ ദാറ്റ് ഓൾഡർ ഫീൽ എപ്പോഴും സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുകയും ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ദ ഷെയിം ആൻഡ് ദ ഡൗട്ട് ഉള്ളത് എപ്പോഴാ ദാറ്റ് ഓൾഡർ അല്ലേ? ടോൾഡർ അല്ലേ? സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു, ഫസ്റ്റ് സിമ്പിൾ പഠിക്കുക, സിമ്പിളാ. ഇൻഫാന്റ് പിന്നിൽ പ്രശ്നം എന്താ? ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ്. സെക്കൻഡ് എന്താ? ദ ടോൾഡർ ആണെങ്കിൽ ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട്. ഞാൻ പറയുന്ന ഈ പറഞ്ഞ എന്താ, ഇത് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ കാണാതെ നിങ്ങൾ വേറെ പോയി ഇംഗ്ലീഷിൽ പറഞ്ഞു ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പഠിക്കാം കേട്ടോ, എപ്പോഴും ഇങ്ങനെ പഠിക്കാം. ഇനി ഓർമ്മ വരും. ആലോചിച്ച് നോക്കി, ആദ്യം കുറച്ച് നടക്കും, പിന്നെ അവിടെ നിൽക്കും, പിന്നെ മുന്നോട്ട് വന്ന് നോക്കും, പിന്നെ തിരിഞ്ഞു നോക്കും. നടക്കണോ വേണ്ടേ, നടന്ന് വീണ വല്ലതും പറയൂ, അല്ലെങ്കിൽ വേണ്ട, ഇരിക്കുക അവിടെ, പിന്നെ നിൽക്കും, പിന്നെ നടക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. യെസ്, ചെയ്തു പോയ സ്വന്തം കുട്ടികൾ ഓർമ്മയുണ്ടെങ്കിലും, സ്വന്തം കുട്ടികൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. സോ ദ ടോട്ടൽ പ്രശ്നം എന്താ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട്. ഇത്രയും കിട്ടിയെങ്കിൽ അടുത്ത ഏത് വരുന്ന അടുത്ത ഏജ് ഗ്രൂപ്പ് ഏതാ? ഫസ്റ്റ് 3 വയസ്സ് വരെ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏജ് ഗ്രൂപ്പ് ഏതാ? 3 to 6 അല്ലേ? 3 to 6 years. 3 to 6 years എന്ന് പറയുമ്പോൾ അവിടെ എന്താ, സ്കൂളറാണോ ഓർ ദ പ്രീ സ്കൂളറാണോ? 3 to 6 years എന്ന് പറയുമ്പോൾ അവിടെ സ്കൂളറാണോ ഓർ ദ പ്രീ സ്കൂളറാണോ? 3 to 6 years എന്ന് പറയുമ്പോൾ വരുന്ന ഏതാ, സ്കൂളറാണോ ഓർ ദ പ്രീ സ്കൂളർ? തെറ്റിപ്പോയത് എപ്പോഴും പ്രീ സ്കൂളർ അല്ലേ? എത്ര പ്രായം? 3 മുതൽ 6 വയസ്സ് വരെ. സ്കൂളിൽ ചെല്ലുമ്പോ ആയത് പ്രശ്നം പറയും. സ്കൂളിൽ പോയോ? ഇവിടെ സ്കൂളിൽ പോയി തുടങ്ങിയോ? പ്രീ സ്കൂളിന്റെ പ്രശ്നം എന്താ? പ്രീ സ്കൂളിന്റെ പ്രശ്നം എന്താ? പ്രീ സ്കൂളിന്റെ പ്രശ്നം കേരള PSC പ്രീവിയസ് ചോദ്യം. ഇത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ദ ഗിൽറ്റ് ആണോ? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ദ ഗിൽറ്റ് ആണോ? എന്തെങ്കിലും ചെയ്താൽ എന്നെ അടിക്കുമോ, വഴക്കുറയുമോ? പക്ഷെ അതല്ലേ, ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അടിക്കുമോ, സാർ അടിക്കുമോ? അറിയാൻ കൂടെ ദ ഫീലിംഗ് ഓഫ് പണിഷ്ഡ് അല്ലേ? എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും പണിഷ്മെന്റ് തരുമോ എന്ന പ്രശ്നം വരുന്നത് എവിടെയാ?
ഏത് ഗ്രൂപ്പിലാ? പ്രീ സ്കൂൾ അല്ലേ? സോ ദ ഇനിഷ്യേറ്റീവ്, അവൻ ചെയ്യാൻ ശ്രമിക്കും, ഇനിഷ്യേറ്റീവ് എടുക്കും, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. പക്ഷെ അത് ചെയ്ത് തെറ്റിപ്പോയാൽ എന്തെങ്കിലും ആരെങ്കിലും പറയുമോ, വഴക്ക് പറയുമോ, അടിക്കുമോ എന്ന ചിന്തകൾ വരുന്ന എപ്പോഴാ? പ്രീ സ്കൂൾ ഏജിലല്ലേ. കൊടുക്കാറുണ്ടോ വഴക്ക്? കൊടുക്കാറുണ്ടോ? വഴക്ക് കൊടുക്കാറുണ്ടോ? വഴക്ക് കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ? പഠിക്കുന്ന ബുക്ക് എടുത്ത് വലിച്ച് കളയാറുണ്ടോ? അവിടെ ഇപ്പൊ നിങ്ങൾ എഴുതുന്ന ബുക്ക് എടുത്ത് വെച്ച് അതിൽ പേന എടുത്ത് വെച്ച് വരച്ച് വെച്ച് വരച്ച് വെച്ച് ഇത് വേറെ എക്സാം പറഞ്ഞുതരാം. ഇത് ടോട്ടലൊക്കെ നമ്മൾ ടി വി വെച്ച് കൊടുത്ത് കണ്ടോണ്ടിരിക്കില്ലേ? ടോട്ടൽ പീരിയഡിലൊക്കെ ടി വി വെച്ച് കൊടുത്ത് കണ്ടോണ്ടിരിക്കില്ലേ? സത്യം പറയും, ഇത് ടോട്ടൽ പീരിയഡിലൊക്കെ ടി വി കണ്ടോണ്ടിരിക്കും. പക്ഷെ പ്രീ സ്കൂളിലാകുമ്പോൾ എന്ത് ചെയ്യും? റിമോട്ടൊക്കെ അങ്ങ് വെളിയിൽ പോകില്ല, ഇങ്ങനെ ജനൽ വഴി കൂടെ റിമോട്ടൊക്കെ എടുത്ത് എറിയാറില്ലേ? വഴക്ക് കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ടോ? എന്താ പ്രീ സ്കൂളൊക്കെ എന്ത് ചെയ്യും? ആ ടി വി റിമോട്ടൊക്കെ എന്ത് ചെയ്യും? എടുത്ത് ദൂരെ പോകും. അപ്പോഴും പേടിക്കാറില്ലേ കുഞ്ഞ്? എന്നെ വഴക്ക് പറയും. ഇപ്പൊ അമ്മ വഴക്ക് പറയോ? ആ ടി വി റിമോട്ട് വെളി കിടക്കുകയാണ്. அந்த 3 സ്റ്റേജ് കിട്ടിയോടെ, 3 സ്റ്റേജ് കിട്ടി. ഫസ്റ്റ് പറഞ്ഞ സ്റ്റേജ് ഏതാ? ആദ്യം പറഞ്ഞ സ്റ്റേജ് ഏതാ? ഇൻഫാന്റ് പറഞ്ഞു അല്ലെ? ഇൻഫാൻസിൽ എന്താ പ്രശ്നം? ഇൻഫാൻസിലെ പ്രധാന കാര്യം എന്താ? ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് ആണോ? ആണ്. അടുത്ത് പറഞ്ഞ സ്റ്റേജ് ഏതാ? ഇൻഫാന്റ് കേട്ടാരാ? അടുത്താര് പറഞ്ഞത്? ടോൾഡർ ആണോ? ടോൾഡർ. അവിടുത്തെ പ്രശ്നം എന്താ? അവിടുത്തെ എന്താ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്താ? മെയിൻ എന്താ കാര്യം അവിടുത്തെ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് ആണോ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് ആണോ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ആരാ? അടുത്ത് വരുന്ന ഏജ് ഗ്രൂപ്പ് പ്രീ സ്കൂൾ. അവിടുത്തെ പ്രശ്നം എന്താ? അവിടുത്തെ പ്രധാന കാര്യം എന്താ? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ദ ഗിൽറ്റ് അല്ലേ? ഇത്രയും ക്ലിയർ ആയി, സിമ്പിളാ പഠിച്ചു, ഇത്രയും കിട്ടി. സ്കൂൾ ഗോയിങ് ഏജ് അടുത്ത ഏജ് ഗ്രൂപ്പ് സ്കൂൾ ഗോയിങ് ഏജ്. എത്ര വയസ്സ്? 6 മുതൽ 12 വയസ്സ് വരെ അല്ലേ? 6 മുതൽ 12 വയസ്സ് വരെ. പലർക്കും തോന്നാം ഇത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചല്ലേ, എന്തിനാ വീണ്ടും പറയുന്നത് അല്ലേ? പക്ഷെ ഞാനൊരു ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും തുടങ്ങും കേട്ടോ. ഇതിനുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസ് എല്ലാം ഒരുമിച്ച് ഒരു ചാപ്റ്റർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം കേട്ടോ. സ്കൂൾ എന്താ പ്രശ്നം? സ്കൂൾ ഗോയിങ് എന്താ പ്രശ്നം? ഇൻഫാൻസിൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാ? ഇൻഫാൻസിലെ കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അച്ഛനാണോ അമ്മയാണോ? ഇൻഫാൻസിൽ കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാ? അമ്മയോ അച്ഛനോ? അമ്മയല്ലേ? പക്ഷെ ഇത് ടോളറേറ്റ് ആകുമ്പോ ഇപ്പൊ അമ്മയും അച്ഛനും അല്ലേ? ടോളറിൽ അമ്മയും അച്ഛനും രണ്ടും ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലേ? സ്കൂൾ ഗോയിങ് ഏതായിരിക്കും? ആരായിരിക്കും ഇവിടെ? അമ്മയാണോ അച്ഛനാണോ? ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യാസമുണ്ടോ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യാസമുണ്ടോ? സ്കൂൾ ഗോയിങ് ഏജിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അവിടെ എന്താ സ്കൂൾ ഗോയിങ്ങിലോട്ട് ഒരു കുട്ടി ഈ പറഞ്ഞ എന്താ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എന്താ പ്രശ്നം? എന്താ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എന്താ പ്രശ്നം? എന്താ എല്ലാവരും പറഞ്ഞു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? ആ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഞാൻ ചെറുതായി എന്തെങ്കിലും ഞാൻ മറ്റുള്ള മുമ്പിൽ ഈ പറഞ്ഞ ചെറുതായി പോകും തോന്നാറുണ്ടോ? ഞാൻ ബാക്കിയുള്ള കുട്ടികൾക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ ഞാൻ കാര്യം ചെയ്ത് തെറ്റിപ്പോകുമോ? ഞാൻ അവിടെ ചെറുതായി പോകുമോ എന്ന് തോന്നി വരാറുണ്ടോ? അവിടെ ആരും കളിയാക്കുമോ? ഞാനത് ചെയ്താൽ എന്നെ കളിയാക്കുമല്ലോ? അറിയാലോ, കളിയാക്കുമോ? അങ്ങനെ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് വരാറുണ്ടോ? അവിടെ ഒരു
ഇൻഫിനിറ്റ് കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്ന സ്കൂൾ ഗോയിങ് ഏജന്റ്. ഇപ്പൊ ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാലോ ചെയ്താലോ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരെല്ലാം പിന്നെ കളിയാക്കും എന്ന് തോന്നാറുണ്ടോ? ഉണ്ടല്ലേ? സ്കൂൾ തോന്നാറുണ്ടോ? ഉണ്ട്. സ്കൂൾ ഗോയിങ് ഏജിനെ പറ്റിയല്ലേ. അടുത്ത ലാസ്റ്റ് ഏതാ? ലാസ്റ്റ് ഏതാ? അഡോളസൻസ്. അഡോളസൻസ് പറയുമ്പോൾ എത്രയാ? പ്രായം എത്രയാ? 13 മുതൽ 18 അല്ലേ? അഡോളസൻസ് പറയുമ്പോൾ ആ പ്രായം എത്രയാ? 13 മുതൽ 18 വയസ്സ് വരെ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലേ? അഡോളസൻസ് പറയും എപ്പോഴും ഐഡന്റിറ്റി വേഴ്സസ് ദ റോൾ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്തായിരിക്കും? പണ്ട് ചെയ്തിട്ടുള്ള കാര്യ പണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യ സ്കൂളിൽ കഴിഞ്ഞ ശേഷം എന്താ ആ സമയത്തൊക്കെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലും, സ്വന്തമായിട്ട് ഞാൻ അതാകണം ഇതാകണം ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലും എവിടെ സ്കൂളാ പറഞ്ഞില്ലേ? ഉണ്ടോ? ഉണ്ടോടെ? എവിടെ? ഇപ്പോഴേ ഇല്ല. അപ്പോഴെന്ത് പറയുന്നല്ലേ സാർ? അങ്ങനെ പറയരുത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണമെന്നൊക്കെ അത് ഡെവലപ്പ് ചെയ്യാറുണ്ടോടെ? ഉണ്ട്. അപ്പൊ ഇത് എറിക്സൺ പറഞ്ഞ തിയറിയാണത്. ഈ തിയറി പറഞ്ഞാരാ? ഇത്രയും സമയം പറഞ്ഞ ഈ 5 സ്റ്റേജും പറഞ്ഞാരാ? ഇത്രയും സമയം പറഞ്ഞ 5 സ്റ്റേജ് പറഞ്ഞത് ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? എറിക്സൺ ആണോ? ജീൻ പേജറ്റ് ആണോ? ആരായിരിക്കും? എറിക്സൺ. സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കുക. ഒരു ചോദ്യം വരും. ഫസ്റ്റ് തിയറി ക്ലിയർ ആയോ? കിട്ടി. ഇവിടെ ഇമ്പോർട്ടന്റ് മനസ്സിലായല്ലോ. ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം എന്താ? എല്ലാം ഇത് വേഴ്സസ് വരുന്ന കാര്യമെല്ലാം, ഇത് ഐഡന്റിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും കൃത്യമായി അതേ ചോദിക്കത്തുള്ളൂ. കൃത്യമായി പഠിക്കുക. എക്സാമിന് ചോദ്യം വരും. അടുത്ത തിയറി ഏതാ? സൈക്കോ സെക്ഷൽ തിയറി. അടുത്ത തിയറി ഏതാ? സൈക്കോ സെക്ഷൽ ദ ഡെവലപ്മെന്റ് തിയറി. രണ്ടാമത്തെ ഒരു തിയറി ഏതാ? സൈക്കോ സെക്ഷൽ ദ ഡെവലപ്മെന്റ് തിയറി. ആരുടേത്? സൈക്കോ സെക്ഷൽ എന്ന് പറയുമ്പോൾ എക്സാമിൽ ചോദ്യം വരുന്ന ഭാഗം ആരുടേതാണ്? പറഞ്ഞു. ഇന്നലെ ഉച്ചക്കിട്ട ഗ്രൂപ്പിൽ ഞാൻ ഇത് പോയിന്റ്സ് ടു റിമെമ്പർ ഇട്ടായിരുന്നോ? ഈ പോയിന്റിൽ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടതാ. ഈ പോയിന്റുകൾ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് ഫസ്റ്റ് എറിക്സണും സിഗ്മണ്ട് ഫ്രോയിഡും ആൻഡ് ലോറൻസ് കോൾബെർഗും ആൻഡ് ഫ്രൗലേഴ്സിന്റെയും ആൻഡ് ജീൻ പിയാജറ്റിന്റെയും എല്ലാ പേരിട്ടാണ്. ആദ്യം ആ പേര് പറയാം. സൈക്കോ സോഷ്യൽ ആരുടേതാണ്? വീണ്ടും ചോദിക്കട്ടെ, എക്സാമിൽ ചോദ്യം വരും. സൈക്കോ സോഷ്യൽ ആരുടേത്? എറിക്സൺ ആണോ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? ലോറൻസ് കോൾബെർഗ് ആണോ? ഫൗളേഴ്സ് ആണോ? സൈക്കോ സെക്ഷൽ ആരുടേതാ? സോഷ്യൽ കഴിഞ്ഞാൽ സെക്ഷൽ ആരുടെ? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലും സ്റ്റേജസ് ഉണ്ടോ? കുറെ. ഇതിലും സ്റ്റേജ് ഉണ്ടോ? ഇതിനകത്തും സ്റ്റേജ് ഉണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതനുസരിച്ചും ഇവിടെ ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും അതെങ്ങനെയാണ് ഈ പറഞ്ഞ സെക്ഷൽ ഡെവലപ്മെന്റിൽ പറഞ്ഞ ഇവിടെ ആണോടെ? സൈക്കോ സോഷ്യൽ ലോൺ സെക്ഷൽ ആണ് ഇവിടെ വരുന്നത്. സെക്ഷൽ ഡെവലപ്മെന്റ് വരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഇവിടെ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ആലോചിച്ച് പറയുക. ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് സൈക്കോ സെക്ഷൽ സെക്ഷൽ ഡെവലപ്മെന്റ് കാര്യമാണോ? ആണ്. സെക്ഷൽ ഡെവലപ്പ് കാര്യമല്ലേ? അല്ലേ? സെക്ഷൽ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യം, മെയിലും ഫീമെയിലും തമ്മിലുള്ള സെക്ഷൽ ഐഡന്റിഫൈ ചെയ്യുന്ന ആ രീതി എങ്ങനെയല്ലേ? ഇപ്പോൾ കുട്ടികൾ മെയിലും ഫീമെയിലും 2 രീതിയിൽ
അവർ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജ് പറയുന്ന സംഭവം ഇത്. അതല്ലേ അതേറി മെയിലും ഫീമെയിലുമായിട്ട് ഇപ്പൊ കുട്ടികൾ അവരുടെ സ്വന്തം ഐഡന്റിറ്റി തിരഞ്ഞെടുക്കുന്ന ഇവിടെ ചെല്ലേ അല്ലേ അല്ലേ ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്താണ്? ഇത് ഓറൽ സ്റ്റേജ്. ഫസ്റ്റ് വരുന്ന കാര്യം ഇത് ഓറൽ സ്റ്റേജ് ആണ്. അതെപ്പോ ഒരു ഓറൽ സ്റ്റേജ് അതേട്ട് പറയാ ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്ര പ്രായം വരെ? അത് ബെർത്ത് തൊട്ട് 1 ഇയർ അല്ലേ? ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ബെർത്ത് തൊട്ട് 1 ഇയർ വരെ. ഇൻഫാൻസി അല്ലേ അത്? ഇൻഫാൻസി അല്ലേ അത്? ബെർത്ത് തൊട്ട് 1 ഇയർ എന്ന് പറയുമ്പോൾ ഇൻഫാൻസി അല്ലേ? ഓറൽ സ്റ്റേജ് എപ്പോഴും ആർക്കാ? ഇൻഫാൻസി ഫുൾ അല്ലേ? അത് ബെർത്ത് തൊട്ട് 1 ഇയർ എന്ന് പറയുമ്പോൾ ഇൻഫാൻസി വരുന്ന സ്റ്റേജ് അല്ലേ? ഇൻഫാൻസിൽ പ്രത്യേകം എന്താ? എപ്പോഴും ആ കുട്ടി എന്ത് ചെയ്യും? ഇൻഫാൻസിൽ എപ്പോഴും പറഞ്ഞു ഇത് ഓറൽ പ്ലഷർ അല്ലേ വരുന്നത്? ഇത് ഓറൽ ആക്ടിവിറ്റീസിലൂടെയല്ലേ? ഇത് ഓറൽ ആക്ടിവിറ്റീസ് ലൈക്ക് ദ ബൈറ്റിംഗ്, സക്കിങ്, സൂയിങ് വഴിയല്ലേ ഈ പറഞ്ഞ എന്താ പ്ലഷർ സീക്ക് ചെയ്തത് അല്ലെ? ദ പ്ലഷർ സീക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ സന്തോഷം അത് പ്രകടിപ്പിക്കുന്നതല്ലേ? സന്തോഷം പ്രകടിപ്പിക്കുന്നതല്ലേ? ഒരു ഇൻഫാന്റ് എപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഏത് വഴിയാ? ഏതൊക്കെ ആക്ടിവിറ്റിയാ? ലൈക്ക് ദ ബൈറ്റിംഗ് ആവാം, സക്കിങ് ആവാം, സൂയിങ് ആവാം അല്ലെ? ശരിയല്ലേ? ചെറിയ ചിരി ആയിക്കൂടെ ആയിക്കൂടെ, ഒരു ചെറിയൊരു പുഞ്ചിരി ആയിക്കൂടെ ആവാം. സോ മറക്കരുത്, ബൈറ്റിങ്ങും സക്കിങ്ങും ചൂയിങ്ങും എല്ലാം ആ ഒരു കുട്ടി സന്തോഷം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ? സോ ദ ഓറൽ സ്റ്റേജിൽ ഇതെല്ലാം ചെയ്യണമല്ലേ? ശരിയല്ലേ? ബർത്ത് തൊട്ട് 1 ഇയർ വരെ എപ്പോഴും ഓറൽ സ്റ്റേജിൽ വരുന്നത്, ഓറൽ ആക്ടിവിറ്റീസ് എപ്പോഴും ചെയ്യുന്നത് അത് ബർത്ത് തൊട്ട് 1 ഇയർ വരെയാണ്. സോ ഫസ്റ്റ് കിട്ടിയോ? ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് കിട്ടിയോ? അതുകൊണ്ടില്ലേ അത് ബർത്ത് തൊട്ട് 1 ഇയർ വരെ ഈ പറഞ്ഞ ഓറൽ സ്റ്റേജ് എപ്പോഴും പറയാൻ കാരണം അവിടെ നിന്നാ ഈ പറഞ്ഞ കുട്ടി ഈ പറഞ്ഞ പ്ലഷർ കിട്ടുന്ന കേട്ടോ, സന്തോഷം പ്രകടിപ്പിക്കുന്നത് അതുവഴിയാണ്. സെക്കൻഡ് ആരാ? അടുത്ത ആരാ? സെക്കൻഡ് സ്റ്റേജ് ആരാ? ഏനൽ സ്റ്റേജില് സെക്കൻഡ് സ്റ്റേജ് ആരാ? ഏനൽ സ്റ്റേജ് സെക്കൻഡ് വരെ ഏനൽ സ്റ്റേജ് എത്രാമത്തെ ഗ്രൂപ്പാ? ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ. ഏനൽ സ്റ്റേജ് എപ്പോഴും ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ എപ്പോഴും ഏനൽ സ്റ്റേജ് എന്ന് വിളിക്കാം. എന്തുകൊണ്ട് ഇതിന് ഏനൽ സ്റ്റേജ് പറയാൻ കാരണം എന്താ? ഏനൽ സ്റ്റേജ് എന്ന് പറയാൻ കാരണം എന്താ? ഈ പ്രായത്തിൽ എപ്പോഴും എന്താണ്? ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന പ്രായം ഇതാണ് അവിടെ ആണോ? ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നടക്കാനുള്ള ആ ഒരു ടൈം ഈ ഒരു 1 മുതൽ 3 വയസ്സ് വരെ അല്ലേ? ടോയ്ലറ്റിൽ പോകാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഫസ്റ്റ് 1 മുതൽ 3 വയസ്സ് വരെ അല്ലേ? അല്ലേടെ? അത് മാത്രമാണോ? വേറെ പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പഠിക്കണോ ഇതിനകത്ത്? ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രമല്ലാതെ ഇത് ജെനറ്റൽ ഏരിയാസ് എപ്പോഴും അത് സെൻസിറ്റീവ് ആണെന്ന് അറിഞ്ഞു തുടങ്ങുന്ന സമയത്താണോ? ആണോ? ഇത് ജെനറ്റൽസ് എപ്പോഴും ഇത് പ്രൊട്ടക്റ്റീവ് ഏരിയ ആണെന്നവർക്ക് മനസ്സിലാവാറുണ്ടോ? ഉണ്ട്, അത് മനസ്സിലാക്കണമല്ലേ? ഇത് ജെനറ്റൽ ഏരിയസ് എല്ലാം അത് പ്രൊട്ടക്റ്റീവ് ഏരിയ അവർക്ക് മനസ്സിലായി തുടങ്ങുന്ന പ്രായം ഏതാ? ഈ പറയും ഏത് സ്റ്റേജിൽ വെച്ചാണ്. മറക്കരുത്, അതുകൂടെ ഈ ഇടയായിട്ട് ചോദിക്കാറുണ്ട്, മറക്കരുത്. ടോയ്ലറ്റ് ട്രെയിനിങ് പണ്ട് ചോദിച്ചതാണ്, എങ്കിലും അതും പഠിക്കുക, എല്ലാം ചോദിക്കും. സോ ഫസ്റ്റും സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് ഫാലിക് സ്റ്റേജ്. മൂന്നാമൊരു സ്റ്റേജ് ഫാലിക് സ്റ്റേജ് എന്ന് പറയും. എത്ര തൊട്ട? 3 വയസ്സ് മുതൽ 6 വയസ്സ്. മൂന്നാമൊരു സ്റ്റേജ് എന്താ? ഫാലിക് സ്റ്റേജ് വിളിക്കാം. 3 മുതൽ 6 വയസ്സ് വരെ. എന്താ പ്രത്യേകത? ഏത് ഗ്രൂപ്പോടെ? ഇത് സ്കൂളറാണോ അതോ പ്രീ സ്കൂളറാണോ? 3 മുതൽ 6 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ സ്കൂളറാണോ പ്രീ സ്കൂളറാണോ? 3 മുതൽ 6 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ സ്കൂളറാണോ ഓർ പ്രീ സ്കൂളറാണോ? പ്രീ സ്കൂളർ അല്ലേ? സോ എന്തായിരിക്കും ഫാലിക് സ്റ്റേജ്? അതെ, നിങ്ങളുടെ കുട്ടികൾ അറിയാലോ. എന്തായിരിക്കും? ഓപ്പോസിറ്റ് സെക്സും സെയിം സെക്സും തമ്മിലുള്ള വ്യത്യാസം ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത് ചെയ്ത
ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സും സെയിം സെക്സും തമ്മിലുള്ള വ്യത്യാസം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന സ്റ്റേജ് ഇതാ. വ്യത്യാസം അപ്പോഴാ ഫാൻസിയിലല്ലേ ഓപ്പോസിറ്റ് സെക്സും സെയിം സെക്സും ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെന്നും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്ന സ്റ്റേജ് ഇതാ, ഫാലിക് സ്റ്റേജ്. ഫാലിക് അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അത് കഴിഞ്ഞ സ്റ്റേജ് ഉണ്ടോ? ഫസ്റ്റ് 3 കഴിഞ്ഞു, വേറെ സ്റ്റേജ് ഉണ്ടോ? ഫസ്റ്റ് 3 കഴിഞ്ഞാൽ ആ സ്റ്റേജ് ഉണ്ടോ? ലാറ്റൻസി പീരീഡ് ഉണ്ടോ? ലാറ്റൻസി പീരീഡ് ഉണ്ടോ? ഉണ്ട്. എത്ര പ്രായ? 6 മുതൽ 12 വയസ്സ് വരെ. ലാറ്റൻസി പീരീഡ് എന്ന് പറയുമ്പോൾ 6 മുതൽ 12 വയസ്സ് വരെ. ശരിയല്ലേ? അല്ലേ? അറിയാം. നിങ്ങൾ പണ്ട് ചെയ്തിട്ട് വാരിയത്. പണ്ട് സ്കൂളിലെത്തുമ്പോ ഈ പറഞ്ഞ இந்த ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസം പണ്ടുണ്ടായിരുന്നല്ലോ. ഈ പറഞ്ഞ ആൺകുട്ടി അടുത്ത് മാത്രം കളിക്കുക, പെൺകുട്ടികൾ മാത്രം ഇത് കളിക്കാൻ പോവുക. അറിയാലോ ആക്കിയില്ല? അറിയാമൂടെ? ആ അപ്പൊ സ്കൂൾ ഇത് ലാറ്റൻസി പീരീഡിൽ അവർ മാക്സിമം അവർ എനർജി യൂസ് ചെയ്യാറുണ്ടോ? പല ആക്ടിവിറ്റീസിൽ അവർ ഏർപ്പെടാറുണ്ടല്ലോ. പല ആക്ടിവിറ്റീസ്, കളിക്കുക എന്നുള്ള മെയിൻ ആക്ടിവിറ്റീസ് വരാറുണ്ടോടെ? ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി നോക്കിയാൽ മതി. ഇത് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ എന്താ പഠിച്ചത്? ഓറൽ സ്റ്റേജ് എന്താ പഠിച്ചത്? എന്ത് 2 കാര്യം പഠിച്ചു ഓറൽ സ്റ്റേജിൽ എന്താ പഠിച്ചത്? ഒറ്റ വാക്കിൽ പറയാം. എന്തോ ഒരു കാര്യം പറഞ്ഞത് അവിടെ. ഓറൽ സ്റ്റേജ്, ഓറൽ ആക്ടിവിറ്റി അല്ലേ? ആ കുട്ടി ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഓറൽ ആക്ടിവിറ്റി വഴിയല്ലേ? അല്ലേ? ഓറൽ ആക്ടിവിറ്റീസ് വഴിയല്ലേ സന്തോഷമായാലും എന്തായാലും പ്രകടിപ്പിക്കുന്നത്. ആൻഡ് ടോട്ടൽ ഫീൽഡ് വരുന്നത് എന്താ? ഇത് ഏനൽ സ്റ്റേജ് ആണോ? ടോട്ടൽ വരുന്നത് ഏനലാണോ? ടോട്ടൽ ഫീൽഡ് ഏനലാണോ? ഏനൽ ഫീൽഡ് ആണ്. ആൻഡ് ഫാലിക്കിൽ എന്താ പ്രത്യേകത? ഫാലിക് സ്റ്റേജ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന അവിടെയല്ലേ? ഫാലിക് സ്റ്റേജ് എത്തുമ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന ഫാലിക്കിലാണ്. ഇനി 6 മുതൽ 12 എന്താ? ഇത് ലാറ്റൻസി ആകുമ്പോൾ അവിടെ എപ്പോഴും കളിക്കുക, അതിൽ ഫോക്കസ് ചെയ്യാറില്ലേ? മാക്സിമം എനർജി എപ്പോഴും കളിക്കുക എന്ന ചിന്ത മാത്രം എപ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ വരാറുള്ളൂ. ഇനി വേറെ സ്റ്റേജ് ഉണ്ടോ? ലേറ്റൻസി പീരീഡ് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് 5ാമത് പീരീഡ് ഉണ്ടോ? ഉണ്ട്. ഏതായിരിക്കും? ഉണ്ടോ? ദ 5th one is ഉണ്ടോ? എന്ത് പേരാ? ഇത് ജനൈറ്റൽ സ്റ്റേജ് ഉണ്ടോ? 5ാമത് സ്റ്റേജ് ഉണ്ട്. ഇത് ജനൈറ്റൽ സ്റ്റേജ് എന്ന് പറയാം. എത്ര വയസ്സ് വരെ? ഒരു 12 വയസ്സിന് മുകളിൽ വരുന്നതാണോ? 5ാമത് സ്റ്റേജ് ഇത് ജനൈറ്റൽ സ്റ്റേജ് പറയുമ്പോൾ ഒരു 12 വയസ്സിന് മുകളിൽ വരുന്നതാണോ? ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി. ഇത് ജനൈറ്റൽ ഓർഗൻസിന്റെ മെച്ചുറേഷൻ പോലെ ചെയ്താണോ? ജനൈറ്റൽ ഓർഗൻസിന്റെ മെച്ചുറേഷൻ വരുന്നത് ഇവിടെ വെച്ചാണോ? ആണോ? ജനൈറ്റൽ ഓർഗൻസിന്റെ മെച്ചുറേഷൻ ആണ് അവിടെ. സോ ഇൻഫാൻസി പറഞ്ഞ സ്റ്റേജ് ഇത് ഓറൽ ആണോ? ഇൻഫാൻസി സമ്മറി ആയിട്ട് പറയാണ്. ഇൻഫാൻസി എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ചാൽ ഇൻഫാൻസി പറയുമ്പോൾ ഓറൽ. നേരത്തെ പഠിച്ചാൽ ഏനൽ എന്ന് പറയുമ്പോൾ ആരാ? ടോട്ടൽ. ഫാലിക് എന്ന് പറയുമ്പോൾ ആരാ? പ്രീ സ്കൂളർ. ആൻഡ് ലേറ്റൻസി എന്ന് പറയുമ്പോൾ ആരാ? സ്കൂളർ. ആൻഡ് ജനൈറ്റൽ എന്ന് പറയുമ്പോൾ അഡൽട്ട് ആണോ? യെസ്. ക്ലിയർ അഡലസൻസ്. കിട്ടിയോ? ഇത്രയും ക്ലിയർ ആയി? ഇതുവരെ പറഞ്ഞു കിട്ടിയോ? അപ്പൊ എത്ര തിയറി പഠിച്ചു? എത്ര തിയറി സിമ്പിൾ പഠിച്ചു?
എത്ര തിയറി പഠിച്ചു? 2 ആയോ? 2 എല്ലാം പഠിക്കുന്നു, എല്ലാം പഠിക്കും. അടുത്ത 3ാമത്തെ തിയറി, ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. എവിടെ കേട്ടിട്ടുണ്ടോ? അടുത്ത പേരാണ്. ചോദ്യം വരും, എപ്പോഴും ചോദ്യം വരുന്ന ഭാഗമാണ്. 3ാം പഠിക്കാൻ പോകുന്ന തിയറി പേരെന്താ? ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഇതിന്റെ പേര് അനദർ നെയിം കൂടെ ചോദിക്കാറുണ്ട്, ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോജിക്കൽ തിങ്കിങ്. എപ്പോഴും നമ്മൾ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന പേര് മാത്രം പഠിച്ചുകൊണ്ട് പോകാറുണ്ട്. അത് കാരണം മനസ്സിൽ ആഴ്ന്നു പോയ വാക്കാണ്, അല്ലെ? അറിയാം, ദ കോഗ്നിറ്റീവ് എന്ന വാക്ക് കേൾക്കാറുണ്ട്. പക്ഷെ ഇതിന് മറ്റൊരു പേരോട് ഓർമ്മിക്കണം. ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ മറ്റൊരു പേര് എന്താ? ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലോജിക്കൽ തിങ്കിങ് എന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. എങ്ങാനും ചോദിച്ചെഴുതുക. എന്താ കോഗ്നിറ്റീവ്? എന്താ ദ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കോഗ്നിറ്റീവ് എന്താ? ദ കോഗ്നിറ്റീവ് എന്ന എന്തായിരിക്കും ഇവിടെ? ഇത് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുക എന്നാണോ? സംസാരിക്കുക, തിങ്ക് ചെയ്യുന്നതാണോ? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുക, സംസാരിക്കുക, എന്നൊക്കെയാണ്. പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക, അതൊക്കെയാണോ? ആലോചിച്ച് പറഞ്ഞേ. കോഗ്നിറ്റീവ് ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് സംസാരിക്കുക എന്നൊക്കെയാണോ? അല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ കാര്യം എന്താണ് ചെയ്യാൻ പോകുന്നത് കാര്യം അതിന് മനസ്സിലാക്കി ചെയ്യുക എന്നല്ലേ? ഒരു കാര്യം ചെയ്യുവാൻ പോകുമ്പോൾ അത് നന്നായി മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കി ചെയ്യുക എന്ന് പറഞ്ഞതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആരെങ്കിലും തീർ പറഞ്ഞുതരാ? അത് ചെയ്യാറുണ്ട് കാര്യം? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോടെ? ഉണ്ട്. ആര് പറഞ്ഞത് തിയറി? തിയറി ആര് പ്രൊപ്പോസ് ചെയ്യാതെ? ആരായിരിക്കും? ഈ പേര് ഇടയിൽ വെച്ച് ചോദിച്ചതാണോ? എക്സാമിൽ ചോദ്യം വരുന്നു. ദ ജീൻ പാക്കറ്റ് ആണോ? ദ ജീൻ പാക്കറ്റ് ആണോ? ഇറ്റ്സ് എ പ്രീവിയസ് ചോദ്യ. ആണോ? ആണ്. ഈ പേര് അടുത്തിടെ ചോദിക്കാറുണ്ട്. സൈക്കോസെക്ഷൽ ആരോടുതാ? സൈക്കോസെക്ഷൽ ആരോടുതാ? സൈക്കോസെക്ഷൽ ആരോടുതാ? ഫ്രോയിഡ്. സൈക്കോസോഷ്യൽ ആരോടുതാ? സൈക്കോസോഷ്യൽ ആരോടുതാ? എറിക്സൺ. ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആരോടുതാ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്മെന്റ് എന്ന തിയറി ആരോട്? ജീൻ പാക്കറ്റ്. 3 പേരും മാറി മാറി പോകരുത്. കാരണം നിങ്ങൾക്ക് എപ്പോഴും സൈക്കോസോഷ്യലും സെക്ഷലും തെറ്റാറല്ലേ? എപ്പോഴും സൈക്കോസോഷ്യലും സെക്ഷലും തെറ്റാറുണ്ടോ? എക്സാമിന് എപ്പോഴും എക്സാം ഹാർഡ് ഇരിക്കുമ്പോൾ സോഷ്യൽ ആരുടേതാ സെക്ഷൽ ആരുടേതാ എന്ന സംശയം വരാറില്ലേ? എക്സാം ഹാർഡ് ഇരിക്കുമ്പോൾ സൈക്കോസെക്ഷൽ കേട്ടതാണ്. എറിക്സൺ ആണോ അത് ഫ്രൂയിഡ് ആണോ? ഫ്രൂയിഡ് ആണോ എറിക്സൺ ആണോ? അത് ഫ്ലോറൻസ് ആയിരിക്കും. എവിടെ? അതൊന്നും പോയിട്ടില്ല. ഫ്രൂയിഡ് ആണോ? ആരായിരിക്കും ഇവിടെ? ആരാ? സൈക്കോസെക്ഷൽ ആരുടേതാ? പറഞ്ഞു പഠിച്ച ആരുടേതാ? സൈക്കോസെക്ഷൽ ആരുടേതാ? സെക്ഷൽ ആരുടേതാ? നോക്കാം. ഇവിടെ ഇത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തായിരിക്കും? ഇവിടെ കുറച്ച് സ്റ്റേജിന്റെ പേര് കൃത്യം വരും കേട്ടോ. ഇവിടെ പഠിക്കുമ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജുകളുടെ പേര് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് എന്തായിരിക്കും? ദ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഫസ്റ്റ് വരുന്ന പേരെന്താ? ദ സെൻസറി ദ മോട്ടോർ സ്റ്റേജ്. എന്തായിരിക്കും? ഈ ഒരു തിയറിക്കകത്ത് പേര് കൃത്യമായി അറിഞ്ഞിരിക്കണം. പേര് മാത്രം കൃത്യമായി പഠിക്കുക. സെൻസറി മോട്ടോർസ് എന്ന് എന്തായിരിക്കും? ഫസ്റ്റ് ബെർത്ത് തൊട്ട് 2 വയസ്സ് വരെ. ഫസ്റ്റ് ബെർത്ത് തൊട്ട് 2 വയസ്സ് വരെ എപ്പോഴും സെൻസറി മോട്ടോർ എന്തായിരിക്കും ഇവിടെ? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണോ? ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണോ? ഫിസിക്കൽ ആക്ഷൻ ആണോ? ഫിസിക്കൽ ആക്ഷൻ എന്തായിരിക്കും? എന്തായിരിക്കും? ഇപ്പൊ ഒരു കാര്യം കാണുമ്പോൾ അതിന് റിപ്പീറ്റേഷനും ആൻഡ് ഇമിറ്റേഷൻ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഒരു കാര്യം കാണുമ്പോഴോ എന്താണ് അതിന് റിപ്പീറ്റേഷനും ഇമിറ്റേഷൻ ചെയ്യാറുണ്ട് കുട്ടികൾ?
പറഞ്ഞേടേ. സെൻസറി മോട്ടോർസ് പഠിക്കാൻ സിമ്പിളാ, പേര് മാത്രം നോക്കണ്ട, പഠിക്കാൻ വളരെ സിമ്പിളാ. ഒരു കാര്യം കാണുമ്പോൾ റിപ്പീറ്റേഷനും അത് ഇമിറ്റേഷൻ ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഫസ്റ്റ് സമയത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഇത് പാൽക്കുപ്പിയില്ലേ, ആ പറഞ്ഞ പാൽക്കുപ്പിയൊക്കെ ഇത് വായിൽ വെച്ച് കൊടുക്കാറില്ല. ആദ്യമൊക്കെ പാൽക്കുപ്പി വായിൽ വെച്ച് കൊടുക്കാറില്ലേ? പക്ഷെ ഒരു വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? ആ സ്വന്തമായി എടുത്ത് ഇമിറ്റേറ്റ് കുടിക്കാൻ നോക്കാറില്ലേടെ? നോക്കി ഈ പറഞ്ഞ ഫസ്റ്റ് ഒരു വയസ്സാകുമ്പോൾ സ്വന്തമായിട്ട് എടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് അത് വായിൽ വെച്ച് കുടിക്കാൻ നോക്കാറുണ്ടോ? ആദ്യമൊക്കെ മാത്രമല്ലേ നിങ്ങൾ വാക്കകത്ത് വച്ചു കൊടുക്കുന്നു, ശരിയല്ലേ? അല്ലേ? ആദ്യമല്ലേ നിങ്ങൾ എന്താണ് പാൽക്കുപ്പി എടുത്ത് വായിൽ വെച്ചു കൊടുക്കും. ഇപ്പൊ ഒരു വയസ്സൊക്കെ മുന്തിയുടെ പാൽക്കുപ്പി കണ്ടാൽ തന്നെ എടുത്ത് ഫസ്റ്റ് വായിലോട്ടല്ലേ വെക്കുന്നത്? എന്തുകൊണ്ടാ? ഇത് റിപ്പീറ്റേഷൻ കൊണ്ടല്ലേ? അല്ലേ? റിപ്പീറ്റേഷൻ കൊണ്ടല്ലേ? ഇത് ഫിസിക്കൽ ആക്ഷൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ടോടെ? ഇത് ഇമിറ്റേറ്റ് ശ്രമിക്കാറുണ്ടോ? ഇത് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് ഇമിറ്റേഷൻ ചെയ്യാൻ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കാറില്ലേ? സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലേ? ശരിയല്ലേ? അതിന്റെ ഒരു കോസോ എഫക്റ്റോ ഒന്നും മനസ്സിലാക്കാതെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേജ്. ഒരു കോസോ ഒരു എഫക്റ്റോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക സെൻസറി മോട്ടോർ സ്റ്റേജ്. അത് ബർത്ത് തൊട്ട് 2 വയസ്സ് വരെ. അതിന് വേറൊരു എക്സാം ഉണ്ട്. ഏറ്റവും എക്സാം ഉണ്ട്, നിങ്ങൾക്കറിയാം. പണ്ട് പലരെയും വേണ്ടി ചോദിക്കാറുണ്ട്, അച്ഛനാണോ പേടി അമ്മയെ പേടി? അറിയാമോ? പണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്, അച്ഛനെയാണോ പേടി അമ്മയാണോ പേടി? ഉണ്ടോ? ചോദിക്കാറുണ്ടേ? ഉണ്ടോ? പറഞ്ഞേ. ഇപ്പോഴും ചോദിക്കാറുണ്ടോ അച്ഛനാണോ പേടി അമ്മയാണോ പേടി? ചോദിക്കാറുണ്ടോ ഇവിടെ? ആ പെട്ടെന്ന് നീ പറഞ്ഞ ഇത് അച്ഛനെ പേടി എന്ന് പറയുന്നത് ശരിയല്ലേ? പെട്ടെന്ന് അച്ഛനെ പേടി എന്ന് പറഞ്ഞ കാരണം എന്താ? ശരിയാണ്. എന്തുകൊണ്ടാ? സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? കാരണം മിക്കവാറും സമയം എപ്പോഴും അമ്മയുടെ കൂടെ അല്ലേ? മിക്കവാറും എപ്പോഴും സമയം ആരുടെ കൂടെ? അമ്മയുടെ കൂടെ അല്ലേ? ഒരു കുട്ടി മിക്കവാറും സമയം കൂടുതൽ ആരുടെ? അമ്മയുടെ കൂടെ അല്ലേ? അതുകൊണ്ട് എപ്പോഴും എന്താ സെൻസറി എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ലേ അതൊക്കെ സംഭവം ഉള്ളത്. ഇത് ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയി. കിട്ടി. ഈ സെക്കൻഡ് സ്റ്റേജിന്റെ പേരെന്താ? ഇത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 2 മുതൽ 7 വയസ്സ് കേട്ടോ. 2 മുതൽ 7 വയസ്സ്. സംഭവം എന്താ? 2 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രീ ഓപ്പറേഷൻ സ്റ്റേജിനകത്ത് എന്താ പ്രത്യേകം? ഇവിടെ എന്തായിരിക്കും? ഒരു ചോദ്യം ഉണ്ട് കേരള PC എക്സാമിന്, പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. ഈഗോ സെൻട്രിസം എന്ന വാക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈഗോ സെൻട്രിസം ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ഈഗോ സെൻട്രിസം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. കണ്ടിട്ടുണ്ട്. എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അറിയാം. ഈഗോ സെൻട്രിസം എന്ന വാക്ക് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ടല്ലേ? പ്രീവിയസ് ചോദ്യമാണ്. പക്ഷെ അന്ന് ആരും എഴുതൂല, കാരണം ആരും പഠിക്കില്ല. എപ്പോഴും ഇതിന്റെ പേര് മാത്രം പഠിച്ചോണ്ടു. ആരാണെന്ന് തിയറി പറഞ്ഞ ആളുടെ പേര് മാത്രം പഠിച്ചുകൊണ്ടു. പക്ഷെ അതിനകത്ത് വരുന്ന കാര്യം പഠിക്കില്ല. മറക്കരുത്. ഇത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 മുതൽ 7 വയസ്സ് വരെയാണ്. ഇവിടെ ആ കുട്ടി എന്തോന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ ബാക്കി അർത്ഥം എന്തായിരിക്കും? എന്തായിരിക്കും? പറഞ്ഞേ ആലോചിച്ച് പറഞ്ഞേ. ഞാൻ ഈ സ്റ്റേജിൽ എന്ന് നടക്കുന്നു പറഞ്ഞുതരാം. ഫസ്റ്റ് അത് വാക്ക് നടത്തം പറയുന്നത് ഈ സ്റ്റേജിൽ എന്താണ് നടക്കും പറഞ്ഞുതരാം. ഒരു കുഞ്ഞിന് പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരിക്കും. അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഒരു കുഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുക ചെയ്താ എപ്പോഴായിരിക്കും? ശ്രമം നടത്തി ചെയ്താ. ഒരു കാര്യം ചെയ്യണം എന്നുള്ള ശ്രമം നടത്താറുണ്ട് കുട്ടികൾ.
നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ശ്രമിക്കാറുണ്ടോ? ഈ ഒരു പ്രായത്തിൽ ഒരു 2 മുതൽ 7 വയസ്സ് വരെ കൊണ്ടുവിടെ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യം അത് ചെയ്യാൻ അവിടെ കഴിയ വരുന്നുണ്ടോ? കാണുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യമായാലും നിങ്ങൾ വീട്ടിൽ ഒരാൾ വന്ന് എന്തെങ്കിലും പറയുന്ന കാര്യമായാലും അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുട്ടികൾ കൊണ്ടുവിടെ? ഈ പറഞ്ഞ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുട്ടികൾ? ചെയ്യാറുണ്ടോ? നിങ്ങൾ കുട്ടികൾ നോക്കിയിടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഈഗോ സെൻട്രിസം അല്ലേ? ആ കുട്ടികൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ഡെവലപ്പ് ചെയ്യും? ഈഗോ സെൻട്രിസം ഡെവലപ്പ് ആയിക്കൂടെ? ശരിയല്ലേ? നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, അവനത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ അത് കഴിയാതെ വരുമ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ആവും? ഈഗോ സെൻട്രിസം ഡെവലപ്പ് ആകും. കിട്ടിയോ? ആ സ്റ്റേജ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. 2 to 7 ഇയേഴ്സിലാണ് ഇത് നടക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ അമ്മയും അച്ഛനും എന്താണ് ഓരോ കാര്യം വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അവന് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് ഈഗോ സെൻട്രിസം ഡെവലപ്പ് ചെയ്യും. ക്ലിയർ? 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 യെസ്. നെക്സ്റ്റ്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എക്സാം പറയാം. ബെസ്റ്റ് എക്സാം പറഞ്ഞു തരാം. ബെസ്റ്റ് എക്സാം പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പണ്ട് അമ്മ ചോറ് വെക്കുന്ന സമയത്ത് അതുപോലെ ചോറ് വെക്കാൻ വേണ്ടി പഴയ ചിരട്ടയൊക്കെ എടുത്തുകൊണ്ട് ചോറുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അമ്മ ചോറ് വെക്കുന്നത് കണ്ടുകൊണ്ട് പണ്ടൊക്കെ ചിരട്ടയിൽ ചോറ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുട്ടിക്കാലത്ത് ആലോചിച്ച് നോക്കിയേ. 2 മുതൽ 7 വയസ്സ് ആലോചിച്ച് നോക്കിയേ. പണ്ടമ്മ ചോറ് വെക്കുന്നത് കണ്ടുകൊണ്ട് ഒരു ചിരട്ട എടുത്തുകൊണ്ട് പോയി അവിടെ വച്ച് ചോറും കറിയും ഉണ്ടാക്കിയിട്ടുണ്ടോ? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? കുറെ വേർഡ്സ് ആയാലും ഇമേജസ് ആയാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ? കുറെ സാധനം വെച്ച് ചെറിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെറിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചോറ് വെക്കാൻ അതൊന്നും പറ്റില്ല. പക്ഷെ ചെറിയ ചിരട്ട എടുത്തുകൊണ്ട് പോയി അതിൽ കുറെ മണ്ണൊക്കെ വരിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടോ? അതല്ലേ ഈഗോ സെൻട്രിസം വരുന്നത്. അപ്പോഴും ചെയ്യാൻ പറ്റാത്ത കാര്യം വേറൊരു കാര്യം ഉപയോഗിച്ച് ചെയ്യുന്നു. ക്ലിയർ ആയോ? എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ? യെസ്. അടുത്തതാ. ഇനി വേറെ ചെയ്തുണ്ടോ? ഇത് പ്രീ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ചെയ്ത നിങ്ങൾ ആലോചിച്ചോ? എത്ര പെട്ടെന്ന് ഈ പറഞ്ഞ ചിരട്ടയിൽ ചോറ് വെക്കുന്ന കാര്യം വരെ പോയല്ലേ? അങ്ങനെ ഓരോ എക്സാമ്പിൾ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ എക്സാമ്പിൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി എക്സാമ്പിൾസ് എപ്പോഴും അധികം സഹായിക്കാറുണ്ട്. ചില എക്സാമ്പിളില്ലേ അത് ഓർമ്മിച്ച ചില കാര്യം പഠിക്കാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ പ്രീ ഓപ്പറേഷൻ കാണാതെ പഠിച്ചുകൊണ്ട് പറ്റുമോ? പറ്റുമോ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് പറ്റുമോ? ഈ കുട്ടി ഇത് ഈഗോ സെൻട്രിസം അവിടെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് എക്സാമ്പിൾ ഓർമ്മിക്കേണ്ടത്. ഈഗോ സെൻട്രിസം അവിടെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താണ്? നിങ്ങൾ അവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ കുട്ടി കാണുന്ന സമയത്ത് കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ? സോ അത് ക്ലിയർ ആയെങ്കിൽ അടുത്ത ചെയ്ത കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അടുത്ത പറഞ്ഞ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഏജ് ഗ്രൂപ്പ് മാത്രം പഠിച്ചാൽ മതി. ഏജ് ഗ്രൂപ്പാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും എക്സാമിന് അധികം ചോദിക്കാറില്ല, പക്ഷെ പഠിച്ചിരിക്കണം. ഏജ് ഗ്രൂപ്പ് മാത്രം കൃത്യം പറയണം. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7 മുതൽ 11 വയസ്സ് വരെ. 7 മുതൽ 11 വയസ്സ് വരെ. എന്താ പ്രത്യേകം? എന്തായിരിക്കും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ആർക്കറിയാം? ആർക്കറിയാം? സിമ്പിൾ കാര്യമാണ്. ആ ചൈൽഡ് കുറച്ച് ലോജിക്കാവും. ലോജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ശരിയല്ലേ? അവിടെ ലോജിക്കൽ തിങ്കിങ് വന്നു തുടങ്ങുമോ? ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ടല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന സ്റ്റേജ് ഏതാ? ആ ചൈൽഡ് കുറച്ച് ലോജിക്കും കേട്ടോ. എന്നറിയാമോ? അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആ കുട്ടി ചെയ്തു തുടങ്ങും.
ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താ? ചെയ്യാതിരിക്കുക അല്ലെ? ചെയ്യാറില്ല. എന്താ? 7 മുതൽ 11 വയസ്സ് വരെ 7 മുതൽ 11 വയസ്സ് ഏതാ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അടുത്ത ഏതാ? നാലാമത്തെ സ്റ്റേജ് ദ ഫോമൽ ഓപ്പറേഷൻസ്. നാലാമത്തെ സ്റ്റേജ് ദ ഫോമൽ ഓപ്പറേഷൻ വിളിക്കുക. ഇതായിരിക്കും. അത് ഞാൻ ഈ പറഞ്ഞ കാര്യമല്ല, കുട്ടികൾ നോക്കി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ കുട്ടികൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ആ കുട്ടിക്ക് എന്ത് ഡെവലപ്പ് ആവും? ഇത് സെൻസറി മോട്ടോർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കുട്ടികൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ആ കുട്ടിക്ക് എന്ത് ഡെവലപ്പ് ആവും? സെൻസറി മോട്ടോർ അല്ലേ? ആ ശരിയല്ലേ? സെൻസറി മോട്ടോർ അല്ലേ? അല്ലേ? സെക്കൻഡ് ഏതാ? സെക്കൻഡ് ഏതാ? ഇത് പ്രീ ഓപ്പറേഷൻ അല്ലേ? ഇത് പ്രീ ഓപ്പറേഷൻ അല്ലേ? 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 ഇത് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത്. ഇത് പ്രീ ഓപ്പറേഷനിൽ ഇത് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്ന അറിയാമല്ലോ. കഞ്ഞിയും കറിയും എല്ലാം വച്ച് കളിക്കുന്ന പ്രായം അതല്ലേ? ഇത് പ്രീ ഓപ്പറേഷനിൽ വെച്ചല്ലേ? ആണ്. അത് മൂന്നാമത്തെ എന്ത് ചെയ്യും? ആ കഞ്ഞിയും കറിയും ഒന്നും വയ്ക്കാറില്ല. കുറച്ച് ലോജിക്കാണ് ചിന്തിച്ചു തുടങ്ങും അല്ലേ? മൂന്നാമത്തെ ഈ പറഞ്ഞ എത്തുമ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ കഞ്ഞിയും കറിയൊക്കെ വച്ച് കളിക്കുന്ന നിർത്തിയിട്ട് ലോജിക്കായിട്ട് തിങ്ങി തുടങ്ങും അല്ലേ? അല്ലേ? ലോജിക്കായിട്ട് കുറച്ച് ഒറിജിനൽ ആയിട്ട് മാറില്ലേ? ഇത് ഒറിജിനാലിറ്റിയിലോട്ട് മാറില്ലേ കുട്ടി? ഇത് ഒറിജിനാലിറ്റിയോട്ട് മാറില്ലേ കുട്ടി? സത്യമല്ലേ ഇതൊക്കെ? ആ കുട്ടി കുറച്ച് ഒറിജിനലായിട്ടോട്ട് മാറില്ലേ? മാറും. ഞാൻ പഠിക്കുക കേട്ടോ. നിങ്ങൾ കുട്ടിയെ മാത്രം ഇത് പഠിക്കാൻ നോക്കിയാൽ മതി. ആദ്യം സെൻസറി മോട്ടോർ ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണ് ഇത് പ്രീ ഓപ്പറേഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ കഞ്ഞിയും കറിയൊക്കെ എന്താ വെച്ച് കളിക്കുകയും അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? താല്പര്യം കുറയുകയും പിന്നെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങും. നാലാമെന്താ? ഫോമൽ ഓപ്പറേഷൻസ്. നാലാമത്തെ വരുന്ന സ്റ്റേജ് എന്താ? ഫോമൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. 11 മുതൽ 13 വയസ്സ് വരെയാണ്. 11 മുതൽ 13 വയസ്സ് എന്ന് വിളിക്കാം ദ ഫോമൽ ഓപ്പറേഷൻ. എന്തായിരിക്കും? 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 ആ ഒരു പേര് തന്നെ ഉണ്ട്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഫോമൽ ഓപ്പറേഷൻ എന്തായിരിക്കും? ഫോമൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുട്ടികൾ കുറച്ചുകൂടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ ചില സമയത്ത് സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ ചില സമയത്ത് സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ടോ? ഒന്നോടെ കാര്യങ്ങൾ സാഹചര്യം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തി ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് സാഹചര്യം മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റേജ് എപ്പോഴും ഫോമൽ ഓപ്പറേഷൻ ആണ്. 11 മുതൽ 13 വയസ്സ് വരെ 11 മുതൽ 13 വയസ്സ് വരെ ദ ഫോമൽ ഓപ്പറേഷൻസ് ആ വരുന്നത്. ആ ചൈൽഡ് സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യും, ഫ്ലെക്സിബിൾ ആവും. ചൈൽഡ് സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്ത് ഫ്ലെക്സിബിൾ ആകും എന്ന് പറയും. എന്തായിരിക്കും? കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക അല്ലേ? സാഹചര്യം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റേജ് ഏതാ? കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റേജ് ഏതാ? ഫോമൽ ഓപ്പറേഷൻസ്. കിട്ടിയോ? ഫുൾ കിട്ടിയോ? ഇതെല്ലാം എവിടെ പഠിച്ചതെല്ലാം? ഇതെല്ലാം എവിടെ പഠിച്ചു? ആരുടെ പേരിൽ പഠിച്ചത്? എന്താ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? എവിടെയെങ്കിലും ഇതിനു മുമ്പായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആ പേര് മാത്രമേ അറിയുള്ളൂ. ഇത് ജീൻ പേജിന്റെ പേര് മാത്രം അറിയാം. പക്ഷെ ഇത്രയും ഡീറ്റെയിലായിട്ട് ഒരിടത്തും പഠിച്ചിട്ടില്ല. ഉണ്ടാവുന്നത് എക്സാമ്പിൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേറെ തിയറി ഉണ്ടോ? നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറി കൂടെ പേരെന്താ? ഇത് മോറൽ ഡെവലപ്മെന്റ് അല്ലേ? മോറൽ ഡെവലപ്മെന്റ് തിയറി. എവിടെ വരുന്നുണ്ട് മോറൽ ഡെവലപ്മെന്റ്? എക്സാമ്പിൾസിന് ചോദ്യ മോറൽ ഡെവലപ്മെന്റ് തിയറി. മോറൽ ഡെവലപ്മെന്റ് ഉച്ചശേഷം ക്ലാസ് അത് ഈ പറഞ്ഞ ഇന്ന് രാത്രി മതിയോ? ഉച്ചശേഷം ക്ലാസ് കാരണം ആൾറെഡി കുറെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യില്ലേ? ഉച്ചയ്ക്ക് രാത്രി മതിയോ? ഉച്ചയ്ക്ക് ഇനി വേണം അത് രാത്രി മതിയോ? ഉച്ചശേഷം ക്ലാസ് രാത്രി മതിയോ? ആൾറെഡി കുറെ റെക്കോർഡിംഗ് എല്ലാം പെൻഡിങ് കിടക്കുമ്പോഴേക്ക് ആൾറെഡി കുറെ റെക്കോർഡിംഗ് എല്ലാം പെൻഡിങ് ഉണ്ടല്ലോ എല്ലാവർക്കും. പറഞ്ഞേ രാത്രി മതിയോ?
കാരണം ആൾറെഡി കുറെ റെക്കോർഡിങ് കഴിഞ്ഞ് കിടപ്പുണ്ട്. പറഞ്ഞു എല്ലാരും, എല്ലാരും പറഞ്ഞേ. അത് മതിയല്ലോ, അത് മതി. അത് പഠിക്കില്ല, പഠിക്കും. സോ നോക്കാം ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ആ തിയറികൾ ആരാണ് കൊണ്ടുവന്നെന്ന് മാത്രം ചോദിക്കും. ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എക്സാമിന് പേര് മാത്രം ചോദിക്കും. അതുപോലെ ചോദ്യഭാഗമാണ് ഈ അടുത്ത കാര്യം, ദ മോറൽ ദ ഡെവലപ്മെന്റ് തിയറി. ആരുടേതാണ് മോറൽ ദ ഡെവലപ്മെന്റ് തിയറി? ആരുടേതാണ്? ലോറൻസ് കോൾബർഗ് അല്ലേ? ലോറൻസ് കേട്ടിട്ടില്ലെങ്കിലും കോൾബർഗ് അറിയാമല്ലോ. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആട്ടോ, അമേരിക്കൻ ഇമ്പോർട്ടന്റ് ആണ്, പേര് മാത്രം പറഞ്ഞിരിക്കുക. അപ്പൊ എന്താ ദ മോറൽ ഡെവലപ്മെന്റ് ആരുടെയാ? മോറൽ ഡെവലപ്മെന്റ് ആരുടേതാ? ലോറൻസ് കോൾബർഗ് ആണ്. ലോറൻസ് കോൾബർഗ് തീരുതാ ഈ പറഞ്ഞ എന്താ പറഞ്ഞേ ഉത്തരം പറയല്ലേ, സമയമില്ല. ആരുടേതാ ദ മോറൽ ഡെവലപ്മെന്റ് തിയറി? കോൾബർഗ് അല്ലേ? സൈക്കോ സോഷ്യൽ ആരുടേതാ? സോഷ്യൽ എറിക് ആണോ? സൈക്കോ സോഷ്യൽ ആരുടേതാ? എറിക് എറിക്സൺ. സൈക്കോ സെക്ഷൽ ആരുടേതാ? സിഗ്മണ്ട് ഫ്രോയിഡ്. ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആരുടേതാ? ജീൻ പിയാജറ്റ് അല്ലേ? ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ആരുടേതാ? ലോറൻസ് കോൾബർഗ്. ഇവിടെ പ്രധാനമായിട്ടും ഇത് 3 ലെവൽസ് ഉണ്ട്. ലോറൻസ് കോൾബർഗ് പറയുന്ന ദ മോറൽ ഡെവലപ്മെന്റ് തിയറിക്ക് അത് പ്രധാനമായിട്ട് 3 ലെവൽ എന്നോ 3 സ്റ്റേജ് എന്ന് ഓർമ്മിക്കുക, 3 ലെവൽ എന്ന് ഓർമ്മിക്കുക. എന്തൊക്കെയുണ്ട്? കാര്യം മാത്രം പഠിച്ചാൽ മതി. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഏതായിരിക്കും? അറിഞ്ഞാൽ മാത്രം മതി. ഏതായിരിക്കും? ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ കൺവെൻഷണൽ ലെവൽ. ഫസ്റ്റ് വരുന്ന ലെവൽ ഏതാ? ഇതിനകത്ത് ഫസ്റ്റ് ലെവൽ ദ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1 മുതൽ 7 വയസ്സ് വരെ. ആദ്യത്തെ 1 മുതൽ 7 വയസ്സ് എന്തായിരിക്കും? ദ പ്രീ കൺവെൻഷണൽ. എന്താ സംഭവം? എന്തായിരിക്കും അർത്ഥം? അർത്ഥം അറിഞ്ഞല്ലോ, ഇതൊരു കേൾക്കാത്ത വാക്കാണ്, അർത്ഥം അറിയില്ല. ദ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാം, 3 ലെവലുണ്ട്. അതിൽ ഫസ്റ്റ് പേര് പറയാം. ദ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഇത് കൾച്ചറൽ വാല്യൂസും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത ഈ പറഞ്ഞ പ്രീ കൺവെൻഷനിൽ ആദ്യത്തെ 1 മുതൽ 7 വയസ്സ് വരെ, ആദ്യത്തെ 1 മുതൽ 7 വയസ്സ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ജീവിച്ചു വരുന്ന കൾച്ചറൽ വാല്യൂസും അത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജ് ഏതാ അല്ലെങ്കിൽ ലെവൽ ഏതാ? പ്രീ കൺവെൻഷൻ അല്ലേ? ശരിയല്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം ശരിയാവോ തെറ്റാവോ എന്ന് പറഞ്ഞ എവിടെയാ? പ്രീ കൺവെൻഷൻ സ്റ്റേജിനകത്താണ് 1 മുതൽ 7 വയസ്സ് വരെ ഇത് ഏജ് ഗ്രൂപ്പ് എടുത്ത്. കിട്ടിയോ? അത് കിട്ടിയോ? ഒറ്റ വാക്ക് മാത്രം പഠിച്ചാൽ മതി. കാര്യം ഒരു കുട്ടികളെ പഠിക്കുക. കൾച്ചറൽ വാല്യൂസ് പഠിക്കാറില്ലേ? കുട്ടി പഠിക്കാറില്ലേ? അവിടെ നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു കൾച്ചർ ചെയ്യാൻ കുട്ടി പഠിക്കാറുണ്ടോ? ആ കുട്ടി വളർന്നു വരുന്ന അമ്മയുടെ അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് ആ കൾച്ചറൽ വാല്യൂസ് പഠിക്കാറില്ലേ കുട്ടി? ആ ഒരു പ്രായം ഏതാ? ഈ ഫസ്റ്റ് 1 തൊട്ട് 7 വരെ അല്ലേ? അത് പറഞ്ഞേ, നിങ്ങളുടെ കുട്ടികൾ ആ ജീവിച്ചു വരുന്ന കൾച്ചറൽ വാല്യൂസ് പഠിക്കാറില്ലേ? 1 മുതൽ 7 വയസ്സ് വരെയാണ്. ദ പ്രീ കൺവെൻഷൻ ലെവലാണ്, മറക്കരുത്. സെക്കൻഡ് സ്റ്റേജ് കൺവെൻഷൻ ലെവൽ. ഫസ്റ്റ് പ്രീ കൺവെൻഷൻ പറഞ്ഞു. ആദ്യം പ്രീ കൺവെൻഷൻ പറഞ്ഞു 1 മുതൽ 7 വയസ്സ് വരെയാണ്. അവിടെ ഈ പറഞ്ഞ കൾച്ചറൽ വാല്യൂസും എന്താണ് ശരിയെന്നും എന്താണ് തെറ്റുമെന്നും ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞു. സെക്കൻഡ് ലെവലിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കൺവെൻഷൻ ലെവൽ എന്ന് പറയുമ്പോൾ 7 മുതൽ 11 വയസ്സ് വരെയാണ്. എന്തായിരിക്കും?
നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പറഞ്ഞ പ്രീ കൺവെൻഷൻ പറയുമ്പോഴേ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇത് ടെമ്പിൾ ചർച്ചിൽ കൊണ്ടുപോകാൻ കുട്ടി കൊണ്ടുപോകാറില്ലേ? ഇത് പ്രീ കൺവെൻഷൻ ലെവൽ ഈ കുട്ടി പോകുന്ന എന്ത് ടെമ്പിൾ ആയാലും എന്താ ചർച്ച് ആയാലും അത് ആ കുട്ടിയുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാറില്ലേ? ശരിയാണോ തെറ്റാണോ? ഫസ്റ്റ് 1 മുതൽ 7 വയസ്സ് വരെ നിങ്ങൾ ഈ പറഞ്ഞ ടെമ്പിളിലും ചർച്ചിലും കുട്ടികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കൾച്ചർ ഡെവലപ്പ് ചെയ്യില്ലേ? ഡെവലപ്പ് ചെയ്യില്ലേ? ഡെവലപ്പ് ചെയ്യും. ഇത് കൺവെൻഷൻ ആവുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ അത് തെറ്റാണോ, ഞാൻ അത് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാറില്ലേ? കൺവെൻഷൻ എത്തുന്ന സമയത്ത് ഞാൻ അത് ചെയ്യണോ വേണ്ടയോ, ശരിയാണ് കാര്യം മാത്രം ചെയ്യാം, ആ തെറ്റായ കാര്യം ചെയ്യേണ്ട എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്ത് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾക്ക് ആ ഒരു കാര്യം ചെയ്ത് അത് തെറ്റാണ്, ഇത് ചെയ്ത് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പേരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആസ് എ പേരന്റ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഉണ്ടോടെ? പറഞ്ഞേടെ. കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. സോ ദ പ്രീ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ പാരന്റ്സ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യുന്നതല്ലേ? ദ പ്രീ കൺവെൻഷൻ ലെവൽ എന്ന് പറയുമ്പോൾ പാരന്റ്സ് ചെയ്തത് അഡാപ്റ്റ് ചെയ്യുന്നതല്ലേ? ദ പ്രീ കൺവെൻഷൻ ലെവൽ എന്ന് പറയുമ്പോൾ പാരന്റ്സ് ചെയ്യുന്ന കാര്യം അഡാപ്റ്റീവ് ലെവൽ അതല്ലേ? പാരന്റ്സ് ചെയ്യുന്ന കാര്യം അഡാപ്റ്റീവ് ലെവൽ ഇതാ ദ പ്രീ കൺവെൻഷൻ അല്ലേ? ശരിയല്ലേ? പാരന്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് വെച്ചാൽ ദ പ്രീ കൺവെൻഷൻ. അടുത്തത് കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വന്തമായി ചിന്തിച്ചു തുടങ്ങുന്ന സമയം അതല്ലേ? സ്വന്തമായി ചിന്തിച്ചു തുടങ്ങും, ഞാൻ ചെയ്യണോ വേണ്ടയോ, ശരിയാവോ എന്ന ചിന്ത എവിടെ വരും? കൺവെൻഷൻ സ്റ്റേജിനകത്ത് വരും. കൺവെൻഷൻ സ്റ്റേജിനകത്ത് വരും. രണ്ടും കിട്ടിയല്ലോ. കിട്ടി. ഇനി ഇത് പോസ്റ്റ് കൺവെൻഷൻ എന്താ? മൂന്നാമത്തെ സ്റ്റേജ് എന്താ? പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 11 മുതൽ 15 വയസ്സ് എന്തായിരിക്കും ഇവിടെ? 11 മുതൽ 15 വയസ്സ് പോസ്റ്റ് കൺവെൻഷൻ എന്ന് പറയുന്നത് പ്രത്യേകം എന്തായിരിക്കും? സ്വന്തമായി തീരുമാനമെടുക്കാൻ കുട്ടികൾ ആദ്യമായിട്ട് സ്വന്തമായി തീരുമാനം എടുത്തു തുടങ്ങുന്ന ഇവിടെ വെച്ചല്ലേ? കുട്ടികൾ ആദ്യമായിട്ട് സ്വന്തമായി തീരുമാനം എടുത്തു തുടങ്ങുന്ന ഇവിടെ വെച്ചല്ലേ? ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പോഴത്തെ എക്സാം പറയാം. ഇപ്പോഴത്തെ എക്സാമ്പിൾ തന്നെ പറയാം. എന്താണ് ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ യുദ്ധമല്ലേ? ഈ പറഞ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണെന്നൊക്കെ വിളി വരാറില്ലേ? ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ വാർത്ത വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യ എന്റെ രാജ്യമാണെന്നൊക്കെ ഒരു ബിലീഫ് വരാറില്ലേ? ഞാൻ ആരോടൊപ്പം നിൽക്കണം? ഇന്ത്യയോട് നിൽക്കണോ പാകിസ്ഥാനോട് നിൽക്കണോ? ഇത് തോന്നൽ വരാറില്ലേ? കുട്ടിക്ക് വരാറില്ലേ? ഇപ്പോൾ സാഹചര്യം പറഞ്ഞാൽ മതി, ഞാൻ ഇന്ത്യയോട് നിൽക്കണോ പാകിസ്ഥാൻ നിൽക്കണോ? ഒരു 11 മുതൽ 15 വയസ്സ് വരെ ചിന്താഗതി വരില്ലേ? തീരുമാനം എടുക്കാൻ തുടങ്ങാറില്ലേ? ഞാൻ ആരോടൊപ്പം നിൽക്കണം എന്ന് തീരുമാനം എടുക്കാൻ തുടങ്ങാറില്ലേ? ഒരു കാര്യം ചെയ്യണം വേണ്ടയോ എന്ന് സ്വന്തമായി തീരുമാനം എടുക്കാറുണ്ടോ? ദ പോസ്റ്റ് കൺവെൻഷനകത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്വന്തമായി തീരുമാനം, ഞാൻ ആരെ കൂടെ നിൽക്കണം? ഇന്ത്യയുടെ കൂടെ നിൽക്കണോ പാകിസ്ഥാൻ നിൽക്കണോ? അതോ വേണ്ടേ? ഒരു തീരുമാനം എടുക്കുന്നത് പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജിനകത്താണ്. കിട്ടിയോ? ഈ തിരി കിട്ടിയല്ലോ. ഏത് തിയറി പഠിച്ചത്? മോറൽ ഡെവലപ്മെന്റ് ആണോ? മോറലിന്റെ വാക്കിന് അർത്ഥം എന്തായിരിക്കും? ഒരു വാല്യൂ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണോ? ഇത് മോറൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വാല്യൂ ഉണ്ടാക്കി എടുക്കാനാണോ? മോറൽ ഡെവലപ്മെന്റ് പറഞ്ഞു ഒരു വാല്യൂ ഉണ്ടാക്കി എടുക്കുന്നതല്ലേ? എത്ര സ്റ്റേജ് ഉണ്ട്? 3 ഉണ്ടല്ലേ? അക്കോർഡിംഗ് ടു ദ കോൾബർഗ് അനുസരിച്ച്, ലോറൻസ് കോൾബർഗ് പറഞ്ഞു 3 ആണ്. അതൊക്കെയാ പ്രീ കൺവെൻഷൻ, കൺവെൻഷൻ ആൻഡ് പോസ്റ്റ് കൺവെൻഷൻ. ക്ലിയർ? യെസ്. ഇനി പഠിക്കാൻ പീഡിയാട്രിക്കിനകത്ത് വേറെ തിയറി ഉണ്ടോ? വേറെ തിയറി ഉണ്ടോ? 5 ബ്രേക്ക് വേണം ആർക്കെങ്കിലും? 5 ബ്രേക്ക് വേണം? 5 ബ്രേക്ക് വേണം? 5 മിനിറ്റ് ബ്രേക്ക് വേണം? യെസ് അല്ലേ? വേണം. 5 ബ്രേക്ക് കേട്ടോ. 5 പറയുമ്പോൾ ഇപ്പൊ 12:16 12:21 ഓക്കെ. ബ്രേക്ക്.
സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൺഫർമേഷൻ കൊടുക്കണ്ടേ? കൺഫർമേഷൻ കൊടുക്കും. കൺഫർമേഷൻ കൊടുക്കണ്ടേ? കൺഫർമേഷൻ കൊടുത്തോ? ഇന്ന് അവസാന ദിവസമല്ലേ ഇത്? ആണോ? ഇന്ന് അവസാന ദിവസത്തല്ലേ? ഇന്നല്ലേ അവസാന ദിവസം കൺഫർമേഷന്റെ? ഇന്നല്ലേ അവസാന ദിവസം കൺഫർമേഷന്റെ? കൊടുത്തോ? എല്ലാവരും കൊടുത്തോ? കൊടുത്തുവോ? ആരെയും മറന്നുവരുണ്ടോ? ആരെങ്കിലും മറന്നില്ലല്ലോ? മറന്നോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറെ തിരിപടിക്കുണ്ടോ? ഇനി വേറെ തിരിപടിക്കുണ്ടോ? ഇനി വേറെ തിയറി പഠിക്കാനുണ്ടോ? ഉണ്ടോ? ഞാനിത് സെപ്പറേറ്റ് കൊടുക്കും കാരണം കേട്ടോ. ഇതെല്ലാം പലയിടത്തുള്ള കാര്യമല്ലേ? അതെല്ലാം സെപ്പറേറ്റ് കൊടുക്കുന്ന കാര്യത്തൊക്കെ എല്ലാം ഒരു പറയാം. സ്പിരിച്വൽ കേട്ടിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെന്റ് തിയറി എവിടെയെങ്കിലും സ്പിരിച്വൽ ഡെവലപ്മെന്റ് തിയറി എഴുതിയിട്ടുണ്ടോ? ഞാൻ അയച്ചെന്ന അതിനകത്ത് ഏറ്റവും അവസാനം ഇല്ല. ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഇട്ട സംഭവത്തിനകത്ത് അവസാനം ഉണ്ടത് ഉണ്ടോ? ഞാൻ വാട്സപ്പ് ഇട്ടതിൽ ഏറ്റവും അവസാനം ഉണ്ടല്ലോ. ആരുടേത്? സ്പിരിച്വൽ ഡെവലപ്മെന്റ് തിയറിയുടേത്. ജെയിംസ് ഹോളേഴ്സിന്റെ അല്ലേ? ജെയിംസ് ഹോളേഴ്സിന്റെ അല്ലേ? ആരുടെയാ സ്പിരിച്വൽ എന്ന് ചോദിക്കും. സ്പിരിച്വൽ ഡെവലപ്മെന്റ് തിയറി ആരുടെ ചോദിക്കും? ആരാ? എന്താ ജെയിംസ് ഹോളേഴ്സിന് എപ്പോഴും എന്താ സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയും. പക്ഷെ ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തും 5 സ്റ്റേജ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 5 സ്റ്റേജ് പഠിക്കാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം കൂടെ. പഠിക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ഫസ്റ്റ് ആ പേര് പഠിച്ചല്ലോ. പേര് പഠിച്ചോ? സ്പിരിച്വലുടെ ഹോളേഴ്സിന്റെ പഠിച്ചു ഇത് ചോദിച്ചു പോകണം. സോ ഫസ്റ്റ് വരുന്ന കാര്യം സ്റ്റേജ് 0 ആണ്. ആദ്യം വരുന്ന ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും സ്റ്റേജ് 0 എന്തായിരിക്കും? സ്റ്റേജ് 0 എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും അറിഞ്ഞുകൂടാ, ഒരു കാര്യം കൂടാ. ഏതാ? ഇൻഫാൻസിലാണോ? ഒരു കാര്യങ്ങളും അവിടെ മുൻകൂട്ടി ഒന്നും അറിയില്ല. ഇൻഫാൻസ് ആണോ? അത് ഇത് മുൻകൂട്ടി ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കുട്ടിക്ക് അറിയാമോ? ഇൻഫാൻസി എന്ന പേരിൽ സ്പിരിച്വാലിറ്റി എന്ന സംഭവത്തിനെ കുറിച്ച് കുട്ടിക്ക് അറിയാമോ? ഇൻഫാന്റ് ആയിരിക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ? ഇല്ലല്ലോ. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കുഞ്ഞിനെ അറിയാവിടെ? പറഞ്ഞു കൊടുത്ത് മനസ്സിലാവോ? ഇല്ലല്ലോ. ഇൻഫാൻസി സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന് മനസ്സിലാകില്ല. ശരിയല്ലേ? മനസ്സിലാകില്ല. അത് ഫസ്റ്റ് കാര്യമാണ്. സ്റ്റേജ് 0 എന്ന് പറയുമ്പോൾ ഇൻഫാൻസിലെ വരുന്നത്. ആ സമയത്ത് എന്താണ് ഈ പറഞ്ഞ സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അധികമൊന്നും കുട്ടികൾക്ക് മനസ്സിലാകാറില്ല. സ്റ്റേജ് 1 എന്താ? അതിൽ വരും. ഇൻഫാന്റിലാണോ, ഒരു ടോൾഡറാണോ, ഒരു പ്രീ സ്കൂട്ടറാണോ? സ്റ്റേജ് 1 ആരിലായിരിക്കും? ടോൾഡർ. സ്റ്റേജ് 1 അറിയില്ല, ടോൾഡർ. എക്സാമിന് ചോദ്യം കേട്ടോ. ഇത് ഏത് ഏജ് ഗ്രൂപ്പ് ഇരുന്നു? എക്സാമിന് ചോദ്യമാണ്. ആരിൽ വരും? ഇൻഫാൻസിൽ വരും, ടോളറിൽ വരും. സ്റ്റേജ് 1 എപ്പോഴും ആരില്ല? ടോളർ ആണ് വരുന്നത് കേട്ടോ. മറക്കരുത്. ടോളർ ചോദ്യം വരും കേട്ടോ. എന്തായിരിക്കും? അറിയാം. എക്സാം വളരെ സിമ്പിളാ. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ടോളർ എന്ന് പറയുന്നതായിരിക്കും. മറ്റൊരാളുടെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്ത് വെച്ചാണോ? മറ്റൊരാളുടെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്ത് വെച്ചാണോ? എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി അവിടെ കൈകൂപ്പി തൊഴാറുണ്ടോ? അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം. നമ്മൾ ആ കുട്ടി നോക്കുന്നതാണ് ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യം. അമ്പലത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കൈകൂപ്പി നിൽക്കുക, അത് ഇമിറ്റേറ്റിൽ ചെയ്യുന്നത്. മറ്റൊരാളുടെ ബിഹേവിയർ അവിടെ ഇമിറ്റേറ്റിൽ ചെയ്യുന്നത്. മറ്റൊരാളുടെ ബിഹേവിയർ ഇമിറ്റേറ്റിൽ ചെയ്ത് ആണ് ആ സ്റ്റേജ് 1. സ്റ്റേജ് 1 എന്ത് ചെയ്യും? ഇമിറ്റേഷൻ വരെ അല്ലേ? സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള കാര്യമെല്ലാം ഇമിറ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേജ് 1 അല്ലേ? അതായത് ഇവിടെ ടോട്ടൽ. പക്ഷെ സ്റ്റേജ് 0 ആണെങ്കിൽ ഇൻഫാൻസിൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിഞ്ഞേ കൂടാ. 2 കിട്ടിയോ? ഇൻഫാൻസിൽ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിഞ്ഞേ കൂടാ. പക്ഷെ സ്റ്റേജ് 1 എന്ത് ചെയ്യും? സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിയാം. ഇപ്പൊ കൈകൂപ്പി തോണം എന്ന് പറയുമ്പോൾ ബാക്കിക്കൊണ്ട് കണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. 2 കിട്ടിയോ?
അറിയാം. ഓൾഡർ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നല്ലേ. ഓൾഡർ എന്ന് പറയുമ്പോൾ മിക്കവാറും ഇമിറ്റേഷൻ വരുന്ന അവിടെ. ഓൾഡർ എന്ന് പറയുമ്പോൾ ഇമിറ്റേഷൻ അല്ലേ, ഇമിറ്റേഷൻ അല്ലേ. യെസ്. ഈ സ്റ്റേജ് 2 എന്തായിരിക്കും? സ്റ്റേജ് 2 എന്തായിരിക്കും? സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം അത് ഏത് ഏജ് ഗ്രൂപ്പാണ്? പ്രീ സ്കൂളർ വരും, സ്കൂളർ വരും കേട്ടോ. പ്രീ സ്കൂളും സ്കൂളർ രണ്ട് ഏജ് ഗ്രൂപ്പ് അവർ വരും. സ്റ്റേജ് 2 വരും. സ്റ്റേജ് 2 എപ്പോഴും അത് എന്താ? പ്രീ സ്കൂളറും സ്കൂളർ എന്തായിരിക്കും ഇവിടെ? ഇവിടെ വെച്ചല്ലേ അവർക്ക് എപ്പോഴും പ്രീ സ്കൂളറും സ്കൂളറിലും വെച്ചല്ലേ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊരു ബിലീഫ് വരുന്നത്. പ്രീ സ്കൂളറും സ്കൂളർ ആ ഒരു സമയത്തല്ലേ കുട്ടികൾക്ക് എപ്പോഴും സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊരു ബിലീഫ് വരുന്നത്, വിശ്വാസം വരുന്നത്. ആണോടെ? പ്രീ സ്കൂളർ അല്ലെങ്കിൽ സ്കൂളർ സമയത്താണ് എപ്പോഴും കുട്ടികൾക്ക് സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊരു വിശ്വാസം അല്ലേ. ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും, അറിയാമല്ലോ. തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷ തരും, അറിയാം. പണിഷ്മെന്റ് കിട്ടും. പറഞ്ഞു കൊടുക്കാറ് കുട്ടിക്ക്? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം അത് ഐഡന്റിഫൈ ചെയ്യാനും സ്പിരിച്വാലിറ്റി എന്ന വിശ്വാസം കൊണ്ടുവരാറില്ലേ? വരാറില്ലേ? തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും, എപ്പോഴും ശരി മാത്രം ചെയ്യുക എന്നൊരു വിശ്വാസം സ്പിരിച്വാലിറ്റി കൊണ്ടുവരാറില്ലേ? സ്റ്റേജ് 2 അതായി. സ്റ്റേജ് 3 എന്താ? സ്റ്റേജ് 3 എന്താ? ആരില്ല അത് വരുന്നത്? ഇത് ഏർലി അഡോളസൻസ് അല്ലേ. സ്റ്റേജ് 3 എപ്പോഴും ഏർലി അഡോളസൻസ് വരും. എന്തായിരിക്കും ഇവിടെ? സ്റ്റേജ് 3 ഏർലി അഡോളസൻസ് എന്തായിരിക്കും? അത് ചൂടെ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് എന്നെ കിട്ടുമെന്ന് വിശ്വാസമില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഈ സ്റ്റേജ് 2 വരെ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നോ? സ്കൂളറിലും പ്രീ സ്കൂളറിലും പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന് ഒരു സ്പിരിച്വൽ വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. സ്റ്റേജ് വരെ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഒരു വിശ്വാസം ഉണ്ട്. പക്ഷെ ഫ്രീ എത്തും ഉണ്ടായിരിക്കും? അത് ഉണ്ടായിരിക്കോ? ഇല്ല അല്ലേ. പ്രാർത്ഥന കിട്ടുമെന്നോ കിട്ടൂലെന്നോ എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നപ്പോഴാ? പ്രാർത്ഥിച്ചാൽ കിട്ടുമോ കിട്ടില്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന സമയം എപ്പോഴാ? സ്റ്റേജ് 3 ആണ്. പ്രാർത്ഥിച്ചാൽ കിട്ടുമോ കിട്ടില്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റേജ് 3 ആണ്. ശരിയല്ലേ? സ്റ്റേജ് 1 ഉം 2 എന്തായിരിക്കും? ആർക്ക് പറയാം? 1 ലും 2 ലും എന്തായിരിക്കും? ആർക്ക് പറയാം? സ്റ്റേജ് സ്പീച്ചിലുണ്ടോ അവിടെ? സ്റ്റേജ് 1 ലും 2 ലും കുട്ടി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. സ്റ്റേജ് 0 അറിയാം കുട്ടിക്ക്? ഇല്ല. സ്റ്റേജ് 0 അറിയില്ല, ഇൻഫാൻസിൽ അറിയില്ല. പക്ഷെ 1 ലും 2 ലും സ്പിരിച്വാലിറ്റി കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷെ 3 ആവുമ്പോൾ അറിയാം അല്ലേ. കിട്ടുമോ കിട്ടുമോ കൃത്യമായി തന്നെ അറിയാം. എന്താണ് റൈറ്റ്, എന്താണ് ശരിയ തെറ്റ് കൃത്യമായി തന്നെ അറിയാം. ഇത്രയും കിട്ടിയോടെ? ഇത്രയും കിട്ടിയോ? ഇനി വേറെ സ്റ്റേജ് ഉണ്ടോ? ഇനി വേറെ സ്റ്റേജ് ഉണ്ടോ? 4 കൂടെ ഉണ്ട്. 4 വരുന്നപ്പോഴാ? ഇത് ഏറ്റവും ഇൻ മിഡിൽ അഡോളസൻസ്. 4 വരുന്നപ്പോഴാ? മിഡിൽ അഡോളസൻസ് 4 എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? സിമ്പിളാ. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ മിഡിൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ എന്തറിയാം? അതുവരെയും ആ കുട്ടികൾക്ക് മറ്റു മതങ്ങളെ കുറിച്ച് അറിയാമോ? സ്റ്റേജ് 3 വരെ കുട്ടികൾക്ക് മറ്റു മതങ്ങളെ കുറിച്ച് അറിയാമോ? ഇല്ല. അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാ മറ്റു മതങ്ങളെ കുറിച്ചും സയന്റിഫിക് ഫാക്ട്സിനെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുന്നപ്പോഴാ? സയന്റിഫിക് ഫാക്ട്സും മറ്റു മതങ്ങളെ എല്ലാം കുറിച്ചും പഠിച്ചു സയൻസ് വേറെയാണ് സ്പിരിച്വാലിറ്റി വേറെയാണെന്ന വ്യത്യാസം മനസ്സിലാക്കുന്നപ്പോഴാ? സയൻസ് വേറെ സ്പിരിച്വാലിറ്റി വേറെ എന്ന വ്യത്യാസം മനസ്സിലാക്കുന്ന സ്റ്റേജ് 4 അല്ലേ? ശരിയല്ലേ? യെസ്. ക്ലിയർ ആയോ? കിട്ടിയോ? സോ ഇത്രയുമാണ് ഡെവലപ്മെന്റൽ തിയറീസ് ഫുൾ ചാപ്റ്റർ. ഇത്രയുമാണ് ഡെവലപ്മെന്റൽ തിയറീസ് ഫുൾ ചാപ്റ്റർ. കിട്ടിയോ? കംപ്ലീറ്റ് ക്ലിയർ ആയല്ലോ? പീഡിയാട്രിക് നഴ്സിംഗിനകത്ത് തിയറീസ് എന്ന ഒരു വലിയ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നിന്ന് എപ്പോഴും ചോദ്യം ഉറപ്പായും ചോദിക്കും. 1 or 2 ചോദ്യം എല്ലാ എക്സാമിനും
ഉറപ്പായിട്ട് ഞാൻ ഈ പഠിപ്പിച്ചതിൽ നിന്ന് തന്നെ ചോദിക്കും. ഇത് പഠിക്കും, നോട്ടയച്ച പഠിക്കുമല്ലോ, ഇത് നോട്ടയച്ച പഠിക്കുമായിരുന്നു, ഇന്ന് നോട്ടയച്ച പഠിക്കുമായിരുന്നു, പഠിക്കുമോ? ഇന്ന് രാത്രിയും ഇന്ന് പീഡിയാട്രിക് കേട്ടോ, ഇന്ന് രാത്രിത്തെ ക്ലാസ്സും പീഡിയാട്രിക് ആണ്. പീഡിയാട്രിക് കുറെ പഠിക്കാനുണ്ട്. രാത്രി നമുക്ക് ബാക്കി പീഡിയാട്രിക് സമയത്തിന് വേണോടെ 9, 8, 9 എപ്പോ വേണം? 8 മണി വേണോ, 9 വേണോ, 9:30 വേണോ? എപ്പോ വേണം? 8, 9, 9 എപ്പോ വേണം? 8 മതിയല്ലോ, 8 മണി. ഓക്കെ, 8 മണി. അപ്പൊ ഞാൻ കുറിപ്പ് ഇടാം, 8 മണി കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി പഠിച്ചു, നന്നായി പഠിക്കുക. നമുക്ക് രാത്രി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.